ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രെഡിക്ഷൻ ക്ലാസ്സുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഈ പരീക്ഷയ്ക്ക്, അതായത് ഈ 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ അത്രയും സാധ്യതയുള്ള ചോദ്യങ്ങളും അതുമായി റിലേറ്റ് ചെയ്ത് ഇനി എന്തൊക്കെ നിങ്ങൾക്ക് ചോദ്യം വരാൻ ചാൻസ് ഉണ്ടോ, എല്ലാ കാര്യങ്ങളും പറ്റുന്ന അത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോകും. നമ്മൾ PYQ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് റിവിഷൻ പോലെ, ഒരു സമഗ്ര റിവിഷൻ പോലെ നമ്മൾ PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് അതുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾ ഇനി എന്തൊക്കെ പഠിച്ചിരിക്കണോ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്ന ഒരു റിവിഷൻ മാരത്തോൺ ക്ലാസ് 2-3 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കാണുക, മിസ്സാക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ് മുഴുവൻ ഇരുന്ന് കാണുക. ഇതിൽ ഓരോ സെക്കൻഡും നിങ്ങൾക്ക് അത്രയും വിലപ്പെട്ടതാണ്. ഓരോ ചോദ്യങ്ങളും അത്രയും ചോദിക്കാൻ സാധ്യത ഉള്ളത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത്. ഇവിടെ നോട്ടോ കാര്യങ്ങളൊന്നുമില്ല, ഒരു ടെൻഷനും വേണ്ട. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും, ഇവിടെ മാർക്ക് ചെയ്ത് തരും. പറ്റുന്ന അത്രയും മാർക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചിട്ട് പോവാം. അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്തായാലും പഠിക്കണം. റിക്വസ്റ്റ് ആയിട്ട് കൂട്ടിക്കോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു മാർക്കും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ടൈപ്പ് സാധനങ്ങളുമായിട്ട് ഞാൻ വരുന്നത്. ഇപ്പൊ പ്രിഡിക്ഷൻ ക്ലാസ് ഞാൻ ആലോചിക്കാൻ കാരണം, അതായത് ബുക്കുകളിൽ കാണാത്ത ചില ഭാഗങ്ങൾ എൻ്റെ ഒരു മൈൻഡിലുള്ളത്, അതായത് എന്തായാലും ചോദ്യം വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്ത് പോകാനുള്ളത്. ഇന്ന് നമ്മൾ തീർച്ചയായും അതൊക്കെ പഠിച്ചു പോകും. ഇതൊക്കെ ചോദ്യം വരാൻ അത്രയും ചാൻസ് ഉണ്ട്. എങ്ങനെ ചോദ്യം വരും എന്നും ഞാൻ പറഞ്ഞു തരും. എങ്ങനെ നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കും എന്നും ഞാൻ ഈ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു തരും. അപ്പൊ ശ്രദ്ധിച്ച് തന്നെ മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും പഠിച്ചു പോവാ. GK ഇനി ഒരു മാർക്കും പോവാത്ത രീതിയിൽ നമുക്ക് അവിടെ കവർ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് തന്നെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ആസ്വദിച്ച് തന്നെ നമുക്ക് പഠിച്ചു പോവാം. അപ്പൊ അധികം ഒന്നും പറയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ 2027 LDC LGS ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഇനിയും അറിയാത്തവരാണെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ നമ്മൾ താഴെ ഒരു നമ്പർ എഴുതി പോകുന്നില്ല, അതിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരും. ഓക്കെ, അപ്പൊ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നല്ല അടിപൊളി ഒരു അവസരമാണ് നിങ്ങൾക്ക് എത്തിയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് നന്നായി പഠിച്ച് നല്ലൊരു റാങ്ക് സ്കോർ ചെയ്യാനാണ് നിങ്ങൾക്ക് അത്രയും നല്ലൊരു അവസരം നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പം മിസ്സാക്കി കളയരുത്. ഓക്കെ, അത്രയും നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് അതിനെ മിസ്സാക്കരുത്. എന്തായാലും ഒരു സർക്കാർ ജോലി എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങി തിരിച്ചതാണ്. ചിലപ്പോൾ 2027 LDCയിൽ ഞാൻ ഉണ്ടാവും എന്ന വിശ്വാസത്തോടു കൂടെ തുടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ LGS ഞാൻ എന്തായാലും ക്രാക്ക് ചെയ്യും എന്ന വിശ്വാസത്തിൽ നിങ്ങൾ തുടങ്ങിയതാവും. ആ വിശ്വാസം വിട്ടുപോകരുത്. നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷനും എക്സാം ടിപ്സും എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ നൽകും. പിന്നെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് ശരിക്കും കണ്ടറിഞ്ഞ ശേഷം ജോയിൻ ചെയ്യുക. എല്ലാ ബാച്ചും പോലെ ദിവസവും 2 ക്ലാസ് 3 ക്ലാസ് ഈ ടൈപ്പ് ബാച്ച് അല്ല, നിങ്ങൾക്കൊരു സെറ്റാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ഫുൾ പറയുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഒരിക്കൽ കൂടെ പറയുന്നു, മിസ്സാക്കരുത്. നല്ലൊരു ചാൻസ് ആണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ അധികം ഒന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇത് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നല്ല യൂസ്ഫുൾ ആവും. എക്സാമിന് എന്തായാലും യൂസ്ഫുൾ ആവും. അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ എക്സാം കഴിഞ്ഞിട്ടായാലും ഇപ്പൊ ക്ലാസ് കണ്ടിട്ടായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മനസ്സിലാക്കുക, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന, ഇന്ന് ഞാനിവിടെ പറഞ്ഞു തരുന്ന ഓരോ ചോദ്യങ്ങളും നിങ്ങൾക്ക് അവിടെ എക്സാമിൽ കാണാൻ സാധിക്കും, അവിടെ വരും. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം പഠിക്കാൻ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആറ്റിങ്ങൽ കലാപം എങ്ങനെയാണ് ചോദ്യം വരുന്നത്. ആറ്റിങ്ങൽ കലാപം കേരള ചരിത്രം എന്ന ഭാഗത്ത് നിന്നും ഏറ്റവും ബേസ് ആയിട്ട് എപ്പോഴും ചോദ്യം വരുന്ന ഒരു സാധനമാണ്. പലരും കേട്ടു പഴകിയതാവും അല്ലെ. PSC പഠിച്ച് ഒരുപാട് കാലമായിട്ട് പഠിക്കുന്ന ആളുകൾക്ക് അത് ഫിക്സ്ഡ് ആവും. എന്തായാലും ആറ്റിങ്ങൽ കലാപം തെറ്റില്ല. പക്ഷെ പുതിയതായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, അതായത് പുതിയതായിട്ട് പഠിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതെന്നൊരു ചോദ്യം വരും. അതാണ് ആറ്റിങ്ങൽ കലാപം. ഓക്കെ, ഇവിടെ നിന്ന് എന്തൊക്കെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന്, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം. ശ്രദ്ധിക്കണം, സംഘടിത കലാപം എന്ന് തന്നാൽ മാത്രമാണ് ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം. അപ്പൊ ആലോചിച്ചാൽ മതി, സംഘടിച്ച് നമ്മൾ ആറ്റിലേക്ക് കുളിക്കാൻ പോകാന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആദ്യം നടന്ന കലാപം ഏതെന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് കലാപമാണ് കേട്ടോ. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന, ശ്രദ്ധിച്ചൊന്ന് പഠിക്ക്, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏതാണ്? അത് അഞ്ചുതെങ്ങ് കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ചോദ്യം വരും, ആദ്യ സംഘടിത കലാപം ഏത്? അപ്പൊ ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ഇനി അതല്ലെങ്കിൽ ചോദിക്കും, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം.
കിട്ടുമോ? 1721 നമ്മൾ വർഷങ്ങളുടെ ഒരു ക്ലാസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫുൾ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഫുൾ വർഷങ്ങൾ നിങ്ങൾ ഒരു 20-25 മിനിറ്റ് കൊണ്ട് ഫുൾ നിങ്ങൾ പഠിച്ച് സെറ്റ് ആക്കും. അപ്പൊ ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ നമ്മുടെ വർഷങ്ങളുടെ വീഡിയോ ഒന്ന് പോയി കാണുക കേട്ടോ. അപ്പോ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഓക്കെ, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ, ചോദ്യം വരും, ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഗിഫോർഡ് ആണ് കേട്ടോ, ഗിഫോർഡ്. ഓക്കെ, ഗിഫോർഡ് ആണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. അപ്പൊ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ആരാണ്? ഗിഫോർഡ് ആണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. അപ്പൊ ആറ്റിങ്ങൽ കലാപത്തിൽ നിന്നൊരു ചോദ്യം എന്തായാലും പ്രതീക്ഷിച്ചു പോയിക്കോ. പിന്നെ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. 1723. 1721 ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടി ഏതെന്നൊരു ചോദ്യം വരും. അല്ലെങ്കിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരൊക്കെയെന്നൊരു ചോദ്യം വരും. ആരൊക്കെയാണ്? മാർത്താണ്ഡവർമ്മയാണ് അല്ലെ. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ മാർത്താണ്ഡവർമ്മയാണ് ഒപ്പുവെച്ചത്. ഓക്കെ, അപ്പൊ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? നമ്മുടെ ഭാഗത്തു നിന്നും, അതായത് നമ്മുടെ ഭാഗത്തു നിന്നും ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓം ആണ്. ആരാണ്? അലക്സാണ്ടർ ഓം ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഒപ്പുവെച്ചത്. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരൊക്കെയെന്നൊരു ചോദ്യം വരും. അല്ലെങ്കിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചവർ താഴെ തന്നിരിക്കുന്നതിൽ ആര് എന്നൊരു ചോദ്യം വരും. ഒരാൾ അതിൽ കൊടുത്തിട്ടുണ്ടാവും. മാർത്താണ്ഡവർമ്മ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക കേട്ടോ. മാർത്താണ്ഡവർമ്മ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആറ്റിങ്ങൽ കലാപം കിട്ടി. പിന്നെ നിങ്ങൾക്ക് വർഷങ്ങളുടെ ചോദ്യം വരികയാണെങ്കിൽ അതിൽ എന്തായാലും നിങ്ങൾ പ്രതീക്ഷിച്ച് പോകേണ്ട ഒന്നാണ് 1859. നമുക്ക് ജോഡികളായിട്ടൊക്കെ വർഷങ്ങൾ തന്ന അവിടെ ഇയാൾ എന്തായാലും കിടക്കുന്നുണ്ടാവും. 1859 എന്താണ്? ചാന്നാർ ലഹളയാണ് കേട്ടോ. ചാന്നാർ ലഹള നടന്ന വർഷമാണ് 1859. നമ്മൾ ഫുൾ ഹിസ്റ്ററി ഒന്നും ഡിസ്കസ് ചെയ്യല്ല. ഏറ്റവും നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള സാധനങ്ങൾ മാത്രം, എന്തായാലും നിങ്ങൾ ചോദ്യം ഉറപ്പിച്ചു പോകേണ്ട കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്ത് പോവാണ്. നമ്മൾ ഹിസ്റ്ററി ഒക്കെ ഫുള്ള് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിവിഷന്റെ ഭാഗമായിട്ട് ഫുള്ള് നമ്മൾ പറഞ്ഞു പോകും. ഈ ക്ലാസ്സിൽ അങ്ങനെയല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്തായാലും നിങ്ങൾ ചോദ്യം പ്രതീക്ഷിച്ചു പോയിക്കോ. അപ്പൊ 1859 ചാന്നാർ ലഹള. ഇവിടെ പിന്നെയും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. മാറുമറയ്ക്കൽ സമരം എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദ്യം വരും കേട്ടോ. മാറുമറയ്ക്കൽ സമരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ചാന്നാർ ലഹളയാണ്. മാറുമറയ്ക്കൽ സമരം എന്നറിയപ്പെടുന്നത് ചാന്നാർ ലഹളയാണ്. മേൽമുണ്ട് സമരം എന്നും മാറുമറയ്ക്കൽ സമരം എന്നും അറിയപ്പെടുന്നത്. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ മാറുമറയ്ക്കൽ സമരം എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദ്യം വന്നത് ഏതാണ്? ചാന്നാർ ലഹള. ചാന്നാർ ലഹള നടന്ന വർഷം മാത്രം ചോദ്യം വരും. 1859. ചാന്നാർ ലഹള എപ്പോഴും പ്രതീക്ഷിച്ചു പോയിക്കോ. ഈ ചോദ്യം എന്തായാലും പ്രതീക്ഷിച്ചോ. ഒന്നല്ലെങ്കിൽ ചാന്നാർ ലഹള നടന്ന വർഷം ചോദിക്കും, അല്ലെങ്കിൽ മേൽമുണ്ട് സമരം അല്ലെങ്കിൽ മാറുമറയ്ക്കൽ സമരം എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദ്യം വരും. പിന്നെ ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവ് ആരെന്ന് ചോദ്യം വരും. അത് വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. വൈകുണ്ഠ സ്വാമികളാണ് ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവ്. വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവ് ആരെന്നൊരു ചോദ്യം വരും. അതാരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികളാണ് ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് ആരെന്നൊരു ചോദ്യം വരും. അത് ഉത്രം തിരുനാളാണ് കേട്ടോ. ഉത്രം തിരുനാൾ. ഓക്കെ, ഉത്രം തിരുനാളാണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത്. ആരാണ്? ഉത്രം തിരുനാളാണ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് ആരാണ്? ഉത്രം തിരുനാളാണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത്. ആരാണ്? ഉത്രം തിരുനാൾ. ചിലപ്പോൾ ആ ഡേറ്റും നിങ്ങൾക്ക് ചോദ്യം വരും. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യത്തിനായി ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നും അല്ലെങ്കിൽ എന്നൊരു ചോദ്യം വരും. അത് പഠിച്ചു വെക്കുക. 1859 അല്ലെങ്കിൽ വിളംബരം പുറപ്പെടുവിച്ചു എന്നൊക്കെ ചോദ്യം വരും. 1859 ജൂലൈ 26. ജൂലൈ 26 കേട്ടോ. ജൂലൈ 26. 1859 ജൂലൈ 26 എന്ത്? ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് അല്ലെങ്കിൽ വിളംബരം പുറപ്പെടുവിച്ചത്. ഓക്കെ, ആരാണ്? ഉത്രം തിരുനാളാണ് കേട്ടോ. 1859 ജൂലൈ 26. ഓക്കെ, അപ്പൊ ചാന്നാർ ലഹള
എങ്ങനെയാണ് മേൽമുണ്ട് സമരം എന്നും മാറുമറക്കൽ സമരം എന്നും അറിയപ്പെടുന്നത്. ചാന്നാർ ലഹള വർഷം എപ്പോഴാണ്? 1859 ചാന്നാർ ലഹള. ഈ വർഷം എന്തായാലും പഠിച്ചു പോയിക്കോ. 1859 ചാന്നാർ ലഹള. കിട്ടിയോ? 1859 ചാന്നാർ ലഹള. ഉത്രം തിരുനാളാണ്. എന്ത് ഉത്രം തിരുനാളാണ്? ഇത് നൽകിയത്, മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് ആരാന്ന് ചോദ്യം വന്നത് ആരാണ്? ഉത്രം തിരുനാളാണ്. അതൊരു പക്ഷേ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇദ്ദേഹത്തിന്റെ ഭരണകാലമാണ് കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ഓക്കെ. പിന്നെ തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് അതാരാണ്? ഗൗരി പാർവതി ബായി ആണ് കേട്ടോ. ഗൗരി പാർവതി ബായി. ഓക്കെ, ഗൗരി പാർവതി ബായി. പാർവതി കണക്ട് ചെയ്തോ? PR കണക്ട് ചെയ്യാനാണ്. അപ്പൊ പ്രൈമറി PR, പ്രൈമറിയിലും PR, പാർവതിയിലും PR. അപ്പൊ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ആരാണ്? ഗൗരി പാർവതി ബായി ആണ്. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ഗൗരി പാർവതി ബായി. പ്രൈമറി വിദ്യാഭ്യാസം എന്ന് കണ്ട പാർവതി ബായി. പ്രൈമറി വിദ്യാഭ്യാസം പാർവതി ബായി. ഓക്കെ. അപ്പൊ പ്രൈമറി വിദ്യാഭ്യാസം ആരാണ്? പാർവതി ബായി. മൃഗബലി നിരോധിച്ചത് ചോദ്യം വരും. തിരുവിതാംകൂറിലെ ദേവസ്വത്തിന് കീഴിലുള്ള മൃഗബലി നിരോധിച്ചത് റാണി സേതു ലക്ഷ്മി ബായി ആണ്. അപ്പൊ സാധു എന്നാലോചിക്കുക. സാധു എന്താണ്? മൃഗങ്ങൾ സാധുക്കളാണ് അല്ലെ? സാധുക്കളായ മൃഗങ്ങളെ ബലി നൽകരുത്. അതായത് മൃഗബലി നിരോധിച്ചു, മൃഗങ്ങൾ സാധുക്കളാണ് എന്ന് പറഞ്ഞ് സേതു കണക്ട് ചെയ്യാനാണ് കേട്ടോ. സാധുക്കളായ മൃഗങ്ങൾ എന്നാലോചിച്ചാൽ മതി. അപ്പൊ തിരുവിതാംകൂറിലെ ദേവസ്വത്തിന് കീഴിലുള്ള മൃഗബലി നിരോധിച്ചത് ആരെന്ന് ചോദ്യം വന്നത് ആരാണ്? അത് റാണി സേതു ലക്ഷ്മി ബായി ആണ്. പ്രൈമറി വിദ്യാഭ്യാസം പ്രതീക്ഷിച്ചു പോയിക്കോ. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ആരാണ്? ഗൗരി പാർവതി ബായി ആണ്. പ്രൈമറി പാർവതി PR എന്ന് കണക്ട് ചെയ്യണം. ഓക്കെ, പ്രൈമറി പാർവതി കിട്ടുമല്ലോ. ഓക്കെ, അപ്പോ അത് പഠിച്ചു വെക്കാം. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ഗൗരി പാർവതി ബായി ആണ് കേട്ടോ. പിന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് ചോദ്യം വരികയാണ്, അതായത് വിശേഷണങ്ങൾ ചോദ്യം വരികയാണെങ്കിൽ ഒരു ചാൻസ് ഉള്ളത് സ്വാതി തിരുനാളാണ് കേട്ടോ. ഗർഭശ്രീമാൻ, ദക്ഷിണ ഭോജൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അത് സ്വാതി തിരുനാളാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലമാണ് തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ചോദ്യം വരാൻ മാർത്താണ്ഡവർമ്മ നല്ല ചാൻസ് ഉണ്ട്. മാർത്താണ്ഡവർമ്മയുടെ കുളച്ചൽ യുദ്ധം നല്ല ചാൻസ് ഉണ്ട്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 കുളച്ചൽ യുദ്ധം നടന്നത്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഓക്കെ, കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം. മാർത്താണ്ഡവർമ്മ ഓർത്തു വെച്ചോട്ടോ. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. 1741 ഓഗസ്റ്റ് 10 അല്ലെ? 1741 ഓഗസ്റ്റ് 10 എന്ത് കുളച്ചൽ യുദ്ധം നടന്നത്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഓക്കെ, ഡച്ചുകാരുടെ പതനത്തിന് അതൊരു ചോദ്യം വരും. കേരളത്തിൽ ഡച്ചുകാരുടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ എങ്ങനെ ചോദ്യം വന്നാലും ഡച്ചുകാരുടെ പതനത്തിന് ഇങ്ങനെയാണ് ചോദ്യം വരിക. ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം താഴെ കൊടുത്തിരിക്കുന്നത് ഏത് എന്നൊരു ചോദ്യം വരും. അത് കുളച്ചൽ യുദ്ധമാണ്. ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഓക്കെ, കുളച്ചൽ യുദ്ധം. അല്ലെങ്കിൽ ചോദ്യം വരും കുളച്ചൽ യുദ്ധം നടന്ന വർഷം എപ്പോ എന്നൊരു ചോദ്യം വരും. കുളച്ചൽ യുദ്ധം നടന്ന വർഷം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത്? 1741 കുളച്ചൽ യുദ്ധം നടന്നത്. 1741 കുളച്ചൽ യുദ്ധം നടന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. പിന്നെ മാർത്താണ്ഡവർമ്മയാണ് ആധുനിക അശോകൻ, ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നതും മാർത്താണ്ഡവർമ്മയാണ്. അത്രയും പഠിച്ചു വെക്കുക. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ചോദ്യം വരും. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ഗൗരി പാർവതി ബായി ആണ്. മൃഗബലി നിരോധിച്ചത് റാണി സേതു ലക്ഷ്മി ബായി ആണ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് ഉത്രം തിരുനാളാണ്. ഉത്രം തിരുനാളാണ്. അപ്പൊ ആ വർഷം ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തൊരു വർഷം പറഞ്ഞുതരാം. 1888. എന്താണ് 1888? അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷമാണ്. അപ്പൊ അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം ഒരുപക്ഷെ ചോദ്യം വരും. 1888 ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്തമായ അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം ചോദ്യം വന്ന 1888 കേട്ടോ.
അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചു. ചിലപ്പോൾ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചത് എന്നൊരു ചോദ്യം വന്നാൽ അത് 87-ലാണ് കേട്ടോ. 1887. ആദ്യം ക്ഷേത്രം പണി കഴിപ്പിക്കണം, അതിനുശേഷമാണ് എന്ത്? പ്രതിഷ്ഠ. ഓക്കെ. പിന്നെ ചോദ്യം വരും, അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹ കല്ല് കണ്ടെടുത്തത് എവിടെ നിന്നാണ്? നെയ്യാറിലെ ശങ്കരൻകുഴി. ചോദ്യം വരും, അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹ കല്ല് കണ്ടെടുത്തത് എവിടെ നിന്നാണ്? നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നാണ് അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹ കല്ല് കണ്ടെടുത്തത്. അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹ കല്ല് കണ്ടെടുത്തത് നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നാണ് കേട്ടോ. നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നാണ് അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹ കല്ല് കണ്ടെടുത്തത്. ക്ലിയർ അല്ലേ? പിന്നെ അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിൽ എഴുതിയിരിക്കുന്നത്, അത് ചിലപ്പോൾ ചോദ്യം വരും, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് എഴുതിയിട്ടുള്ളത് എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിലാണ് കേട്ടോ. അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിലാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് എഴുതിയിട്ടുള്ളത്. എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിലാണ്. അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിലാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ആലുവ സർവമത സമ്മേളനം 1924 ആലുവ സർവമത സമ്മേളനം. ആലുവ സർവമത സമ്മേളനത്തിന്റെ പ്രവേശന കവാടത്തിൽ എന്താണ് എഴുതിയിട്ടുള്ളത്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ചിലപ്പോൾ ചോദ്യം വരും, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ആരുടെ വാക്കുകൾ എന്നൊരു ചോദ്യം വരും കേട്ടോ. ഓക്കെ, അത് ശ്രദ്ധിക്കുക. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നത് ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. ചോദ്യം വരും, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. പിന്നെ ഒരു ചോദ്യം വരും, വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആര്? വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. പിന്നെ ചോദ്യം വരും, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആര്? ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ. പിന്നെ ദക്ഷിണേന്ത്യയിലെ ആദ്യ ഗോത്രവർഗ കലാപം എന്ന് ചോദ്യം വരും കേട്ടോ. അതേതാണ്? അത് കുറിച്യ കലാപമാണ്. 1812 കുറിച്യ കലാപമാണ് ആദ്യ ഗോത്രവർഗ കലാപം അല്ലെങ്കിൽ ഗിരിവർഗ കലാപം എന്നൊക്കെ ചോദ്യം വന്നത്. അതേതാണ്? കുറിച്യ കലാപമാണ്. അത് ചോദ്യം വരും. അല്ലെങ്കിൽ കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം എന്തെന്ന് ചോദ്യം വരും. എന്താണ്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ഓക്കെ, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതാണ് എന്തിന്റെ മുദ്രാവാക്യം? കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം. ഓക്കെ, കുറച്ച് മുദ്രാവാക്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, ഇത് പഠിച്ചോ. കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദ്യം വരും. അതാരാണ്? രാമൻ നമ്പിയാണ് അല്ലെങ്കിൽ രാമൻ നമ്പിയാണ്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? രാമനമ്പി അല്ലെങ്കിൽ രാമൻ നമ്പിയാണ് കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത്. കുറിച്യ കലാപത്തിൽ പങ്കെടുത്ത വിഭാഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദ്യം വരും. കുറിച്യരും കുറുമ്പരുമാണ് കേട്ടോ. കുറിച്യരും കുറുമ്പരുമാണ് കുറിച്യ കലാപത്തിൽ പങ്കെടുത്തത്. കുറിച്യരും കുറുമ്പരുമാണ് കുറിച്യ കലാപത്തിൽ പങ്കെടുത്തത്. അപ്പൊ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏതിന്റെയാണ്? കുറിച്യ കലാപത്തിന്റെയാണ് കേട്ടോ. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. പിന്നെ തിരുവിതാംകൂറുകാർക്ക് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം 1891 മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, എന്താണ്? തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? അത് ബാരിസ്റ്റർ GP പിള്ളയാണ് കേട്ടോ. ബാരിസ്റ്റർ GP പിള്ള. പക്ഷെ അവിടെ ചോദ്യം വരാൻ ചാൻസ് ഉള്ള വേറൊരു കാര്യമുണ്ട്. മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ആര് എന്നൊരു ചോദ്യം വരും. അത് ഇമ്പോർട്ടന്റ് ആണ്. ഡോക്ടർ പൽപ്പു ആണ് കേട്ടോ. ഡോക്ടർ പൽപ്പു ആണ് മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത്. അങ്ങനെയാണ് ചോദ്യം വരിക. മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ആരെന്ന് ചോദ്യം വന്നതാരാണ്? ഡോക്ടർ പൽപ്പു ആണ് കേട്ടോ. ഡോക്ടർ പൽപ്പു ആണ്. പിന്നെ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദ്യം വന്നാലും ഡോക്ടർ പൽപ്പു ആണ് കേട്ടോ. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയതും ഡോക്ടർ പൽപ്പു ആണ്. പിന്നെ ഈ ഡോക്ടർ പൽപ്പു ആണ് SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ. SNDP ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുണ്ട്, എല്ലാം ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ബോക്സ് ആയിട്ട് തന്നിട്ട് ശരിയാക്കാൻ പറയും, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി കണ്ടെത്താൻ പറയും. ഓക്കെ, അപ്പൊ SNDPയുടെ സ്ഥാപകൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്?
ഡോക്ടർ പൽപു ആണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് SNDP സ്ഥാപിക്കാൻ ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിച്ച വ്യക്തിയാണ് ഡോക്ടർ പൽപു. അപ്പൊ സ്വാഭാവികമായിട്ടും ശ്രീനാരായണ ഗുരു പറയും, ഓക്കെ ഞാൻ SNDP സ്ഥാപിക്കാം, പക്ഷെ ഞാൻ അധ്യക്ഷനാണെങ്കിൽ നീ ആവണം എന്റെ കൂടെ ഉപാധ്യക്ഷനായിട്ട് ഉണ്ടാവേണ്ടത്. അങ്ങനെ ആജീവനാന്ത അധ്യക്ഷനായി ശ്രീനാരായണ ഗുരുവും ചുമതലയേറ്റു. പിന്നെ SNDPയുടെ ആദ്യ ഉപാധ്യക്ഷനായിട്ട് ആര് വന്നു? ഡോക്ടർ പൽപു. SNDPയുടെ ആദ്യ സെക്രട്ടറി ആരെന്ന് ഒരുപക്ഷെ ചോദ്യം വരും. അത് കുമാരനാശാനാണ് കേട്ടോ, കുമാരനാശാനാണ്. ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് കുമാരനാശാനാണ്. കുമാരനാശാന്റെ ഖണ്ഡകാവ്യം എപ്പോഴും ചോദിക്കുന്നതാണ് വീണപൂവ്. കുമാരനാശാന്റെ ഖണ്ഡകാവ്യം ഏത് എന്നൊരു ചോദ്യം വരും, അത് വീണപൂവാണ് കേട്ടോ. ഓരോ ചോദ്യങ്ങളും ഞാൻ 2 വട്ടം 3 വട്ടം റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ചിലപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അത് വിട്ട് കളയുമെന്നൊരു പേടിയുള്ളത് കൊണ്ടാട്ടോ. അപ്പൊ ഒന്ന് കേട്ട് മനസ്സിലാക്കുക, ഒന്ന് പഠിച്ചിട്ട് പോവാ, ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, കുമാരനാശാന്റെ ഖണ്ഡകാവ്യമാണ് വീണപൂവ്. ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് കുമാരനാശാനാണ്. അപ്പൊ അത് ക്ലിയർ അല്ലേ? അപ്പൊ SNDP 1903 മെയ് 15 കേട്ടോ. SNDP 1903 മെയ് 15. ചിലപ്പോൾ ചോദ്യം വരും SNDP സ്ഥാപിതമായത് എന്ന്. SNDP സ്ഥാപിതമായത് എന്ന് ഒരു ചോദ്യം വരുവേ. SNDP സ്ഥാപിതമായത് എന്നാണ് 1903 മെയ് 15. അല്ലെങ്കിൽ ചോദ്യം വരും SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ആരാണ്? ശ്രീനാരായണ ഗുരു ആണ്. പിന്നെ ജോഡികൾ തരും, SNDP ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘം ആരുടെയാണ്? അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. NSS നായർ സർവീസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭൻ. ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദനാണ്. ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ. ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ. സഹോദര സംഘം ആരാണ്? സഹോദര സംഘം സഹോദരൻ അയ്യപ്പൻ. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ. അദ്ദേഹത്തിന്റെ എപ്പോഴും ചോദ്യം വരുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു കഥ പോലെ മനസ്സിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എപ്പോഴും അടുക്കളയിൽ കടന്ന് വട്ടം തിരിയലും അതാലോചിച്ച് കണ്ണീരും കിനാവും, ഇതാണ് എന്റെ യോഗം. ഒന്ന് ആലോചിച്ച് നോക്ക്. എപ്പോഴും അടുക്കളയിൽ കടന്ന് വട്ടം തിരിയലും അതാലോചിച്ച് കണ്ണീരും കിനാവും, ഇതാണ് എന്റെ യോഗം. എപ്പോഴും അടുക്കളയിൽ കടന്ന്, അപ്പൊ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, അടുക്കളയിൽ കടന്ന് വട്ടം തിരിയൽ അതാരാണ്? ഭട്ടതിരിപ്പാടാണ്. ഓക്കെ, VT ഭട്ടതിരിപ്പാടാണ്. അപ്പൊ VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് എന്ത്? കണ്ണീരും കിനാവും. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അദ്ദേഹം എഴുതിയ നാടകമാണ്. ഓക്കെ, കണ്ണീരും കിനാവും അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ആത്മകഥ കണ്ണീരും കിനാവും, ഇതാണ് എന്റെ യോഗം. യോഗക്ഷേമ സഭ സ്ഥാപിച്ചതും VT ഭട്ടതിരിപ്പാടാണ്. അപ്പൊ ഈ കഥ ഒന്ന് ഒപ്പം കണക്ട് ചെയ്താൽ എല്ലാം കണക്റ്റഡ് ആവും. ഓക്കെ, അടുക്കളയിൽ കടന്ന് വട്ടം തിരിയലും അതാലോചിച്ച് കണ്ണീരും കിനാവും, ഇതാണ് എന്റെ യോഗം. ഓക്കെ, അത് ആരുടെയാണ്? യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. കണ്ണീരും കിനാവും അദ്ദേഹത്തിന്റെ ആത്മകഥ. അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് അദ്ദേഹം രചിച്ച നാടകം. ഇതെന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, പിന്നെ വൈകുണ്ഠ സ്വാമികൾ ഞാൻ പറഞ്ഞു. വൈകുണ്ഠ സ്വാമികളുടെ വേറെ ഒന്ന് വരും. മുന്തിരി കിണർ സ്ഥാപിച്ചത് ആരെന്ന് ചോദ്യം വരും. അത് വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. സ്വാമിത്തോപ്പിലാണ് സ്ഥാപിച്ചത്. എവിടെയാണ്? സ്വാമിത്തോപ്പിൽ. അപ്പൊ വൈകുണ്ഠ സ്വാമികളാണ് മുന്തിരി കിണർ സ്ഥാപിച്ചത്. മുന്തിരി കിണർ സ്ഥാപിച്ചത് ആരാണ്? അത് വൈകുണ്ഠ സ്വാമികളാണ്. മുന്തിരി കിണർ സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത കുറച്ച് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. സംഘടനകളും സ്ഥാപകരും എന്തായാലും പഠിച്ചു വെച്ചോട്ടോ. ഒരു വട്ടം കൂടെ പറയാം. SNDP സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. പിന്നെ ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ. അരയ സമാജം ചോദ്യം വരും. കറുത്ത അരയന്നം എന്ന് പഠിച്ചാൽ മതി. കറുത്ത അരയന്നം. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. ചോദ്യം വരും. സംഘടനകളും സ്ഥാപകരും ചോദ്യം വരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒറ്റ സംഘടനയെങ്കിലും തന്നിട്ടൊരു ചോദ്യം വരും. ഇതൊക്കെ പഠിച്ചു. ഞാൻ ഈ പറയുന്നത് എന്തായാലും ഒന്ന് പഠിച്ചു വെക്കുക. ഒന്ന് ഏതാണ്? സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. SNDP നമുക്കൊക്കെ അറിയാം ശ്രീനാരായണ ഗുരു. SNDP ശ്രീനാരായണ ഗുരു. NSS ആരാണ്? മന്നത്ത് പത്മനാഭൻ. നായർ സർവീസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭൻ. എന്തായാലും സംഘടനകൾ ചോദ്യം പ്രതീക്ഷിച്ചു പോയിക്കോട്ടോ. ഓക്കെ, അപ്പൊ NSS ആരാണ്? മന്നത്ത് പത്മനാഭൻ. പിന്നെ ഏതാ നമ്മൾ പഠിച്ചത്? യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ. പിന്നെ അരയ സമാജം അല്ലെ? അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഒന്ന് പഠിക്കാം. ഒരു സാധനം ഉണ്ട്. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ചോദ്യം വരും. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. സ്വദേശാഭിമാനി പത്രം എന്ന് വരുമ്പോ ഓപ്ഷൻ ആദ്യം തന്നെ കൊടുക്കും സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. അത് തെറ്റാണ് കേട്ടോ.
ഓക്കെ, സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനല്ല, എഡിറ്ററാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേട്ടോ. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഒരു ചോദ്യം ഇത് പ്രതീക്ഷിച്ചു പോയിക്കോ. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരെന്ന് ചോദ്യം വന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയല്ല. ഇദ്ദേഹത്തിന്റെ ആത്മകഥ ചോദിക്കും. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥയാണ് എന്റെ നാടുകടത്തൽ. എന്റെ നാടുകടത്തൽ 1910 കേട്ടോ അദ്ദേഹത്തെ നാട് കടത്തിയത്. 1910 അതും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയല്ല സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ചോദ്യം വന്ന അതാരാണ്? അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. അത് ക്ലിയർ ആണോ കേട്ടോ? സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അതുവരെ ക്ലിയർ ആണ്. സംഘടനകളും സ്ഥാപകരും ഞാൻ ഇനിയും പറയുന്നു, പഠിച്ചു പോയിക്കോ. പിന്നെ ഞാൻ കഴിഞ്ഞ റിവിഷൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞ കാര്യമാണ്. ചട്ടമ്പി സ്വാമികളുടെയും അതുപോലെ തന്നെ വൈകുണ്ഠ സ്വാമികളും പറ്റുകയാണെങ്കിൽ പിന്നെ വൈകുണ്ഠ സ്വാമികൾ കുറച്ചേ ഉള്ളൂ, പിന്നെ ശ്രീനാരായണ ഗുരു, ഇവരുടെ 3 ആളുകളുടെയും കൃതികൾ പഠിച്ചു വെക്കണം. കൃതികൾ, 3 ആളുകളുടെയും കൃതികൾ, ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങൾ, ഇതൊക്കെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങൾ എപ്പോഴും ഒരു ചോദ്യം പ്രതീക്ഷിച്ചു പോകണം. സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, ശ്രീ ഭട്ടാരകൻ, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാഷായം ധരിക്കാത്ത സന്യാസി, ഷൺമുഖദാസൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് അയ്യപ്പൻ. യഥാർത്ഥ നാമം ചോദ്യം വന്ന അയ്യപ്പൻ എന്നാണ്. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമമാണ് ചോദിക്കുന്നതെങ്കിൽ അതെന്താണ്? ബാല്യകാല നാമം, ബാല്യം, കുഞ്ഞൻ പിള്ള എന്നാണ്. കുഞ്ഞൻ പിള്ള. ഓക്കെ, അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. എന്തൊക്കെയാണ്? സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, ശ്രീ ഭട്ടാരകൻ, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാഷായം ധരിക്കാത്ത സന്യാസി, ഷൺമുഖദാസൻ, യഥാർത്ഥ നാമമാണ് അയ്യപ്പൻ, ബാല്യകാല നാമമാണ് കുഞ്ഞൻ പിള്ള. ഇത്രയും കാര്യങ്ങൾ എന്തായാലും അറിയണം. പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് വേദാധികാര നിരൂപണം. വേദം പഠിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അവകാശം സവർണർക്ക് മാത്രമല്ല അവർണർക്കും വേദം പഠിക്കാം എന്ന് പറയുന്നതാണ് വേദാധികാര നിരൂപണം. ഈ കൃതിയെ കുറിച്ചാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. അതൊരു ചോദ്യം പ്രതീക്ഷിച്ചു പോയിക്കോ. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് ഏത് കൃതിയെ കുറിച്ചാണെന്നൊരു ചോദ്യം വരും കേട്ടോ. അതേതാണ്? അത് ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണം എന്ന കൃതിയെ കുറിച്ചാണ്. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് അഭിപ്രായപ്പെട്ടത്. പിന്നെ അതുപോലെ തന്നെ മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെ കുറിച്ചാണ് പറഞ്ഞത്? അതും ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. ശ്രദ്ധിച്ചോ, മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. ചട്ടമ്പി സ്വാമികൾ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞതാണ് അദ്ദേഹം പക്ഷിരാജനായ ഗരുഡനെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണെന്നുള്ളത്. ഓക്കെ, അദ്ദേഹം പക്ഷിരാജനായ ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ്. ഇനി വേറെ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇനി അത് വിട്ടോട്ടോ, ചട്ടമ്പി സ്വാമികൾ നിങ്ങൾക്ക് അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ സഹോദരൻ അയ്യപ്പനെ കുറിച്ചൊരു കാര്യം കൂടെ പറയും, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ പറഞ്ഞത് വേദാധികാര നിരൂപണം എന്ന കൃതിയെ കുറിച്ച് മാത്രം കണക്ട് ആയത്. അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ കൃതികളൊക്കെ പഠിക്കണ്ടേ? വേദാധികാര നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം. എങ്ങനെ ചോദ്യം വരും? താഴെ തന്നിരിക്കുന്നതിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികളിൽ പെടാത്തതേത്? അല്ലെങ്കിൽ ചോദ്യം വരും താഴെ തന്നിരിക്കുന്നതിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളിൽ പെടാത്തതേത്? അതിലുണ്ടാവുക ചട്ടമ്പി സ്വാമികളുടെ ഒരു കൃതിയാണ് അതിലില്ലാത്തതായിട്ട്. പിന്നെ ചട്ടമ്പി സ്വാമികളുടെ ഏതൊക്കെയെന്ന് ചോദ്യം വന്നാൽ അതിൽ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു കൃതിയും കൊണ്ടു വെക്കും. രണ്ടാളുടെയും കൃതികളാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ പഠിക്കണം. വേദാധികാര നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ഛേദനം, ആദിഭാഷ, പ്രാചീന മലയാളം. ഇതൊക്കെ ആരുടെ കൃതികളാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. ഈ 5 എന്തായാലും പഠിക്കുക. വേദാധികാര നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ഛേദനം, ആദിഭാഷ, പ്രാചീന മലയാളം. ഈ 5 പഠിച്ചു വെച്ചു. ഒരു വട്ടം കൂടെ: വേദാധികാര നിരൂപണം, ക്രിസ്തുമത ഛേദനം, ആദിഭാഷ, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം. പക്ഷെ മോക്ഷപ്രദീപം എന്ന കൃതി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കേട്ടോ. ഈ ബ്രഹ്മാനന്ദ ശിവയോഗിനെ പറ്റി ചോദ്യം വരാറുണ്ട്. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഓക്കെ, നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മനസ്സാണ് ദൈവം എന്ന് ആഹ്വാനം ചെയ്തത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്.
അതും പഠിച്ചു വെക്കണം. ഓക്കെ. പിന്നെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ് മോക്ഷപ്രദീപം. മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. അതിനെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് ആരെഴുതിയത്? ചട്ടമ്പി സ്വാമികൾ മോക്ഷപ്രദീപ ഖണ്ഡനം എഴുതിയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ മോക്ഷപ്രദീപം പഠിച്ചു വെക്കണം. പുരുഷസിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും ആരാണ്? അതും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കേട്ടോ. പുരുഷസിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഓക്കെ. അതുവരെ ക്ലിയർ ആണ്. ഇനി ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞൊരു കാര്യം അല്ല, ഒരെണ്ണം കൂടെ ഉണ്ട്. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ പഠിക്കണം. ഗജേന്ദ്ര മോക്ഷം, വഞ്ചിപ്പാട്ട്, ആത്മോപദേശ, ശതകം, ദശകം, അങ്ങനെയൊക്കെ ചോദ്യം അതായത് കൃതികൾ വന്ന അതൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ ആണ് കേട്ടോ. അങ്ങനെ ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ. ഏതൊക്കെയാണ്? ഒന്ന് ഗജേന്ദ്ര മോക്ഷം, വഞ്ചിപ്പാട്ട്. ഗജേന്ദ്ര മോക്ഷം, വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതി. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതി ഏതെന്ന് ചോദ്യം വരും. ഗജേന്ദ്ര മോക്ഷം, വഞ്ചിപ്പാട്ട്. ഓക്കെ. പിന്നെ ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, ജാതി മീമാംസ, ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. ഒരു വട്ടം കൂടെ: ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, ജാതി മീമാംസ, പിന്നെ ആദ്യം പഠിച്ച ഗജേന്ദ്ര മോക്ഷം, വഞ്ചിപ്പാട്ട്. ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്ത കൃതികളാണ്. പിന്നെ ശ്രീനാരായണ ഗുരുവിന്റെ വചനങ്ങൾ ചോദ്യം വരും അല്ലേ? എന്താണ്? ഒന്ന് നമ്മൾ പഠിച്ചു, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് അരുവിപ്പുറം ക്ഷേത്രഭിത്തിയിൽ എഴുതിയത് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന് ശ്രീനാരായണ ഗുരുവാണ് ആഹ്വാനം ചെയ്തത്. പിന്നെ ഓം സാഹോദര്യ സർവത്ര, അത് പഠിച്ചു വെക്കണം. പിന്നെ ചോദ്യം വരും, മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ അത്രയും വാക്കുകളൊക്കെ. പിന്നെ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണമെന്ന് എന്ന് പറഞ്ഞതും ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ. മിശ്രഭോജനം നടത്തിയത്, ഇത് ചോദ്യം വരും കേട്ടോ. മിശ്രഭോജനം ചോദ്യം വരും. മിശ്രഭോജനം നടത്തിയത് ആരാണ്? മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പനാണ് അല്ലെ? മിശ്രഭോജനം സഹോദരൻ അയ്യപ്പനാണ്. ഇത് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ന്യൂ SCRT-ലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യം വരാൻ ഒരു ചാൻസ് കാണുന്നുണ്ട്. മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പനാണ്. കർമ്മത്താൽ ചണ്ടാളൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ, ആരുടെ വാക്കുകളാണ്? സഹോദരൻ അയ്യപ്പന്റെ വാക്കുകളാണ്. കർമ്മത്താൽ ചണ്ടാളൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ, ആരുടെ വാക്കുകളാണ്? സഹോദരൻ അയ്യപ്പന്റെ വാക്കുകളാണ്. മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? മിശ്രഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. പന്തി ഭോജനം നടത്തിയത് ആരാണ്? പന്തിഭോജനം നടത്തിയത് ആരാണ്? പന്തിഭോജനം തൈക്കാട് അയ്യാണ് കേട്ടോ. തൈക്കാട് അയ്യാണ് പന്തി ഭോജനം. ജസ്റ്റ് അറിഞ്ഞു വെക്കാനാണ്. മിശ്രഭോജനമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. മിശ്രഭോജനം നടത്തിയത് ആരെന്നൊരു ചോദ്യം വരും. അത് സഹോദരൻ അയ്യപ്പനാണ്. മിശ്രഭോജനം ഒരു ചോദ്യം പ്രതീക്ഷിച്ച് പോയിക്കോ. മിശ്രഭോജനത്തിനെ കുറിച്ചിട്ട് ഒരു ചോദ്യം എന്തായാലും പ്രതീക്ഷിച്ച് പോയിക്കോ. മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പനാണ്. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. പന്തി ഭോജനം തൈക്കാടയ്യ. പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ. സമപന്തി ഭോജനം നടത്തിയതായിരുന്നു ചോദ്യം വന്നാലാണ് വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ. സമത്വ സമാജം, സമപന്തി ഭോജനം രണ്ടും വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം പഠിച്ചിട്ട് പോയിക്കോ. സമത്വ സമാജത്തിന്റെ സ്ഥാപകനാണ് വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠ സ്വാമികൾ. പന്തി ഭോജനം തൈക്കാടയ്യ. പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ പഠിച്ചോ. കർമ്മത്താൽ ചണ്ടാലൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ, അതാരുടെ വാക്കുകളാണ്? സഹോദരൻ അയ്യപ്പന്റെ വാക്കുകളാണ്. അതെന്തായാലും ഒന്ന് പഠിച്ചു പോയിക്കോട്ടെ. ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഇവിടെ അറിഞ്ഞിട്ടുണ്ടാവണം. നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന് മനുഷ്യന് വൈകുണ്ഠ സ്വാമികളുടെ വാക്കുകളാണ്. ഓക്കെ. അപ്പൊ ശ്രദ്ധിച്ചു പഠിക്കുക. ജാതി വേണ്ട, മതം വേണ്ട എന്നൊക്കെ പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ്. അതും ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തായാലും മനസ്സിലാക്കി വെക്കണം. നമുക്ക് നോക്കാം. ഇനി നമുക്ക് അതായത് ഇതൊന്ന് മാറാട്ടോ. ഹിസ്റ്ററിയിൽ നിന്ന് കുറച്ചൊന്ന് മാറാം. അടുത്തത് അയിരികൾ നമുക്ക് ചോദ്യം വരാറുണ്ട്. എന്തായാലും പ്രതീക്ഷിച്ച് പോയിക്കോ. ചോദ്യം വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് അലുമിനിയം ആണ്. ഓക്കെ. അലുമിനിയം ഇതാണ് ഏറ്റവും കൂടുതൽ ചോദ്യം വരാൻ ചാൻസ്. അലുമിനിയത്തിന്റെ അയിര് ചോദ്യം വരും. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. അലുമിനിയം ബോക്സൈറ്റ്. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. എങ്ങനെ ഓർക്കുക? അലുമിനിയം ബോക്സ് എന്ന് ഓർക്കുക അല്ലെ? അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ് എന്നുള്ളത് പഠിച്ചു വെക്കുക. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. അലുമിനിയം ബോക്സ്. അലുമിനിയം ബോക്സ് എന്ന് ആലോചിച്ചാൽ പോരെ. അപ്പൊ അലുമിനിയത്തിന്റെ അയിര് ചോദ്യം വരും. ബോക്സൈറ്റ് ആണ്. അല്ലെങ്കിൽ അയണിന്റെ അയിര് അല്ലെങ്കിൽ ഇരുമ്പിന്റെ അയിര് ചോദ്യം വരും. ഏതാണ്? ഹേമറ്റൈറ്റ് ആണ് അല്ലെ? ഹേമറ്റൈറ്റ്. അയൺ അല്ലെങ്കിൽ ഇരുമ്പ്. അയൺ അല്ലെങ്കിൽ ഇരുമ്പ്. അയണിന്റെ അയിര് അല്ലെങ്കിൽ ഇരുമ്പിന്റെ അയിര് ഏതാണ്? ഹേമറ്റൈറ്റ് അല്ലെങ്കിൽ മാഗ്നറ്റൈറ്റ് ആണ്. രണ്ടുണ്ട്. ഇരുമ്പ് മാഗ്നറ്റ് നമുക്ക് കണക്ട് ആവും. ഇരുമ്പ് മാഗ്നറ്റ് അങ്ങനെ കണക്ട് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഹേമറ്റൈറ്റ് അയണിന്റെ അയിരാണ്. HI എന്നുള്ളത് കണക്ട് ചെയ്താൽ മതി. HI. ഓക്കെ. HI. H ഹേമറ്റൈറ്റ്, I അയൺ. അതുപോലെ തന്നെയാണ് അലുമിനിയം ബോക്സൈറ്റ്. AB.
ABCDEFG അതിൽ AB ഉണ്ട്, HIJK LMNP അപ്പൊ HI ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ. HI ഓക്കെ, HI ഓക്കെ. അപ്പൊ അലുമിനിയം ബോക്സൈറ്റ്, അയൺ ഹേമറ്റൈറ്റ്, കോപ്പർ കുപ്രൈറ്റ് അല്ലെ, കോപ്പറിന്റെ കുപ്രൈറ്റ് ഉണ്ട്, മാലക്കൈറ്റ് ഉണ്ട്. ചോദ്യം വരും കോപ്പർ കുപ്രൈറ്റും മാലക്കൈറ്റും, കോപ്പർ കുപ്രൈറ്റ് മാലക്കൈറ്റ് ചോദ്യം വരും കേട്ടോ. അത് മനസ്സിലാക്കി പോയിക്കോ. കോപ്പർ കുപ്രൈറ്റ് മാലക്കൈറ്റ് ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം ഉണ്ടാവും എന്തായാലും. അയിരുകളൊരു ചോദ്യം വരും കേട്ടോ. താഴെ തന്നിരിക്കുന്നതിൽ ഇതിന്റെ അയിര് ഏതാണെന്നൊരു ചോദ്യം വരാൻ നല്ല ചാൻസ് ഉണ്ട്. അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ് ആണ്, അയണിന്റെ അയിര് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും, കോപ്പറിന്റെ അയിര് കുപ്രൈറ്റും മാലക്കൈറ്റും. അപ്പൊ കോപ്പറിന്റെ മാല എന്ന് ആലോചിച്ചാൽ മതി, അങ്ങനെ കണക്ട് ചെയ്യാം. പിന്നെ കുപ്രൈറ്റ് അത് തന്നെ കിട്ടും, കോപ്പർ കുപ്രൈറ്റ്. ഓക്കെ, കോപ്പറിന്റെ അയിര് കുപ്രൈറ്റ്. തോറിയം മോണോസൈറ്റ്, തോറിയം മോണോസൈറ്റ്, മെർക്കുറി സിന്നബാർ. അപ്പൊ സിന്നത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് മെർക്കുറി. അപ്പൊ സിന്നഗ്രഹം, അപ്പൊ മെർക്കുറിയുടെ അയിരാണ് സിന്ന ബാർ. ഓക്കെ, പിന്നെ സിങ്കിന്റെ അയിരാണ് കലാമേനും സിങ്ക് ബ്ലൻഡും. അപ്പൊ സിങ്കില് കലം കഴുകുന്നത് ആലോചിച്ചാൽ അതും കിട്ടും. സിങ്കിന്റെ അയിര് കലാമേനും സിങ്ക് ബ്ലൻഡും. ഇതൊന്നും മറക്കരുത് കേട്ടോ. എന്തായാലും അയിരുകൾ ഒരു ചോദ്യം വരും. ഓക്കെ, അയിരുകൾ ഒരു ചോദ്യം പ്രതീക്ഷിച്ചു പോവാ. അപ്പൊ അലുമിനിയത്തിന്റെ അയിരാണ് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത്. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്, അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ് ആണ്. അല്ലെങ്കിൽ അയണിന്റെ അയിര് ചോദ്യം വരും. ഇരുമ്പിന്റെ അയിര് ഏതാണാവും അടുത്തത് ചോദ്യം വരാൻ നല്ല ചാൻസ് ഉള്ളത്. ഇരുമ്പിന്റെ അയിര് ഏതാണ്? ഇരുമ്പിന്റെ അയിര് മാഗ്നറ്റൈറ്റും ഹേമറ്റൈറ്റുമാണ് അല്ലെ. അയൺ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. പിന്നെ കോപ്പർ കുപ്രൈറ്റും മാലക്കൈറ്റും, സിങ്ക് കലാമൈൻ, സിങ്കും വരാൻ ചാൻസ് ഉണ്ട്, സിങ്ക് കലാമൈൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സിങ്ക് കലാമൈൻ, തോറിയം മോണോസൈറ്റ് കേട്ടോ, തോറിയം മോണോസൈറ്റ്, കോപ്പർ കുപ്രൈറ്റും മാലക്കൈറ്റും. അപ്പോൾ ഓരോന്നും മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം എന്തായാലും അയിരുകളും ധാതുക്കളും എന്തായാലും പഠിച്ചു വെക്കണം. ഓക്കെ, അയിരുകൾ എന്തായാലും ഒന്ന് അറിഞ്ഞിട്ട് പോവുക. താഴെ തന്നിരിക്കുന്നത് ഇതിന്റെ അയിര് എന്നൊക്കെ ഒരു ചോദ്യം വരും, ആ ചോദ്യം പ്രതീക്ഷിച്ചു പോവുക. പിന്നെ നമുക്ക് വിറ്റാമിൻസ് എപ്പോഴും ഒരു ചോദ്യം ഉണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ K4 കട്ട പിടിക്കൽ. കഴിഞ്ഞു, ഒരു മാർക്ക് കിട്ടി. ഓക്കെ, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത് എന്നൊരു ചോദ്യം ഉണ്ടാവും. അതേതാണ്? K4 കട്ട പിടിക്കൽ. അപ്പൊ കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ K ആണ്. ഓക്കെ, അപ്പൊ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ K ആണ്. പിന്നെ ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന രോഗമാണ് സ്കർവി? അതൊരു ചോദ്യം വരും. നമുക്ക് വിറ്റാമിൻസ് വേണമെങ്കിൽ ഫുള്ള് ഡിസ്കസ് ചെയ്യാം, പക്ഷെ ഞാൻ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചെണ്ണം മാത്രം പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന രോഗമാണ് സ്കർവി. ഈ സ്കർവിയാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. അത് പഠിച്ചു വെക്കണം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ K ആണ്. പിന്നെ നമ്മളിപ്പോ എല്ലിനും പല്ലിനും ഒക്കെ ആവശ്യമായ, എല്ലിന്റെയും പല്ലിന്റെയും ഒക്കെ ബലത്തിന് ആവശ്യമായ വിറ്റാമിൻ ചോദ്യം വരും, അത് വിറ്റാമിൻ D ആണ്. അല്ലെങ്കിൽ വിറ്റാമിൻ ഡിയുടെ വിശേഷണം ചോദ്യം വരും. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് എന്ന് ചോദ്യം വരും. അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ, അല്ലെങ്കിൽ സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? വിറ്റാമിൻ D ആണ്. സൺഷൈൻ വിറ്റാമിൻ, സ്റ്റിറോയിഡ് വിറ്റാമിൻ, അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏതെന്നൊക്കെ ചോദ്യം വന്നത് ഏതാണ്? വിറ്റാമിൻ D ആണ്. വിറ്റാമിൻ D. ഓക്കെ, വിറ്റാമിൻ D ആണ് കേട്ടോ, വിറ്റാമിൻ D ആണ്. പിന്നെ രാസനാമങ്ങൾ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ ആണ്. സിയുടെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് അസ്കോർബിക് ആസിഡ്. അബ്സോർബ് ചെയ്തെടുക്കുക. ഇങ്ങനെ സി നമുക്ക് കാന്തം പോലെ തോന്നും, എല്ലാ ക്ലാസ്സിലും ഞാൻ പറഞ്ഞു തരുന്നതാണ് വിറ്റാമിൻസിന്റെ. സി കാന്തം പോലെ തോന്നും, അതിങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കുക എന്ന് ആലോചിച്ചാൽ മതി. കാന്തം സി, അബ്സോർബ്, അസ്കോർബിക് ആസിഡ്. പിന്നെ ഓരോന്നും പഠിച്ചു വെക്കുക. ഓക്കെ, ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പെല്ലഗ്ര ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലമാണ്? പെല്ലഗ്ര വിറ്റാമിൻ B3 ആണ് കേട്ടോ, വിറ്റാമിൻ B3. പെല്ലഗ്ര. അപ്പൊ 3 എണ്ണല്ലേ ഉള്ളൂ, അപ്പൊ B3 ആണ്. ഈ വിറ്റാമിൻ B3യുടെ രാസനാമം ചോദ്യം വന്നാൽ നിയാസിൻ. 3 തിരിച്ചിട്ടാ നാന്നാണ്, അങ്ങനെ ആലോചിക്കുക. ഓക്കെ, നിയാസിൻ ആണ് കേട്ടോ. ഈ 3 എന്നതിനെ ഇങ്ങനെ ഇട്ടാ നാ എന്നായി. അപ്പോ നിയാസിൻ എന്നതാണ് വിറ്റാമിൻ B3യുടെ രാസനാമം. ഓക്കെ, അപ്പൊ ഓരോന്നൊന്ന് പഠിച്ചു വെക്കണേ. ഏകദേശം വിറ്റാമിൻസ് എന്തായാലും ക്ലിയർ ആയിരിക്കണം. വിറ്റാമിൻസ് എന്തായാലും പഠിച്ചിട്ട് പോയിക്കോ. വിറ്റാമിൻസിന്റെ ഒക്കെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, എന്നാലും ഒന്ന് പഠിച്ചോ. വിറ്റാമിൻ ഇ ആണ് ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്. ബ്യൂട്ടി വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഇ. വന്ധ്യതക്ക് കാരണമായതെന്ന് ചിലപ്പോൾ ചോദ്യം വരും. വന്ധ്യതക്ക് കാരണമായ വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ ഇ ആണ്. ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? K4 കട്ട പിടിക്കൽ. വിറ്റാമിൻ K ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. K4 കട്ട പിടിക്കൽ. K4 കട്ട പിടിക്കൽ പഠിക്കുമല്ലോ. K4 കട്ട പിടിക്കൽ. പിന്നെ വിറ്റാമിൻ സി രോഗപ്രതിരോധത്തിന് ആവശ്യമാണ്. എന്തിൽ നിന്നൊക്കെ? ക്യാരറ്റല്ല, ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ നിന്നൊക്കെ ലഭിക്കുന്നത് വിറ്റാമിൻ സി ആണ് കേട്ടോ. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. പിന്നെ വിറ്റാമിൻ ഡി നമ്മൾ പഠിച്ചു, എന്താണ്? എല്ലിന്റെയും പല്ലിന്റെയും ഒക്കെ ബലത്തിന് ആവശ്യമായതാണ്.
ഏത് വിറ്റാമിൻ ഡി. ഓക്കെ, എല്ലിന്റെ പല്ലിന്റെ ഒക്കെ ബലത്തിന്. കാൽസിഫെറോൾ എന്നതാണ് അതിന്റെ രാസനാമം. കാൽസിഫെറോൾ എന്നതാണ് രാസനാമം. സൺഷൈൻ വിറ്റാമിൻ, സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നൊക്കെ അറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി എന്നതും പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങൾ ഏകദേശം ക്ലിയർ അല്ലേ? വിറ്റാമിൻസുമായിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. പിന്നെ ചോദ്യം വരും, ജലത്തിലൂടെ ലയിക്കുന്നത് അല്ലെങ്കിൽ കൊഴുപ്പിലൂടെ ലയിക്കുന്നത്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. താഴെ തന്നിരിക്കുന്നതിൽ കൊഴുപ്പിലൂടെ ലയിക്കുന്ന വിറ്റാമിൻ ഏതെന്ന് ചോദിച്ചാൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കൊഴുപ്പ് കേടാന്നൊന്ന് ആലോചിച്ച് നോക്ക് കേട്ടോ. കൊഴുപ്പ് കേടാണ്. കൊഴുപ്പ് കേടാ. കൊഴുപ്പ് നമുക്ക് എന്താണ്? ശരീരത്തിന് കേടാ. കൊഴുപ്പ് കേടാ. KEDA എന്നീ വിറ്റാമിൻ ആണ് കൊഴുപ്പിലൂടെ ലയിക്കുന്നത്. ഇനി ജലത്തിലൂടെ ലയിക്കുന്നതാണെങ്കിൽ ജലം ഭയങ്കര ബിസിയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ജലം എവിടെയെങ്കിലും ഒഴിച്ചു കളഞ്ഞാൽ അങ്ങനെ ഒഴുകി പോകും, ഒരു സ്ഥലത്ത് നിൽക്കില്ല. എന്താണ്? ബിസിയാണ്. ജലം ഭയങ്കര ബിസിയാണ്. ഓക്കെ, അപ്പൊ BC എന്നീ വിറ്റാമിൻ ആണ് ജലത്തിലൂടെ ലയിക്കുന്ന വിറ്റാമിൻ. KEDA കേടാ. അപ്പൊ KEDA എന്നീ വിറ്റാമിൻ ആണ് ഏത്? കൊഴുപ്പിലൂടെ ലയിക്കുന്നത്. അപ്പൊ കൊഴുപ്പിലൂടെ ലയിക്കുന്നതും ജലത്തിലൂടെ ലയിക്കുന്നതും രണ്ടും പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. രണ്ടും പഠിച്ചു വെക്കണം. കൊഴുപ്പിലൂടെ ലയിക്കുന്ന വിറ്റാമിൻ ചോദ്യം വരും, അല്ലെങ്കിൽ ജലത്തിലൂടെ ലയിക്കുന്ന വിറ്റാമിൻ. ഏതെങ്കിലും ഒരു ചോദ്യം എന്തായാലും പ്രതീക്ഷിച്ചു പോവാ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. പിന്നെ നമ്മൾ ഏത് പഠിച്ചു? തോറിയം മോണോസൈറ്റ്, അതായത് നമ്മുടെ അയിരുകൾ പഠിച്ചു. അയിരുകൾ എന്തായാലും ഒന്ന് പഠിച്ചു പോണേ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് അലുമിനിയം ബോക്സൈറ്റ് ഒന്ന് പഠിച്ചിട്ട് പോയിക്കോ. അലുമിനിയം ബോക്സൈറ്റ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന NW3 ഒന്ന് പഠിച്ചു പോയിക്കോട്ടെ. NW3 മാത്രം ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. NW3 എന്താണ്? കൊല്ലം കോഴിക്കോട്, അല്ലെങ്കിൽ കൊല്ലത്തെയും കോഴിക്കോടെയും, കൊല്ലം മുതൽ കോഴിക്കോട് വരെയുള്ള ദേശീയ ജലപാത, അല്ലെങ്കിൽ കൊല്ലത്തിനെയും കോഴിക്കോടിനെയും ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാത എന്നൊക്കെ ചോദ്യം വന്നത് ഏതാണ്? NW3 ആണ്. 3 ആണ് കേട്ടോ. നമുക്ക് 5-6 പഠിക്കാണ്ട്, പക്ഷെ അതിൽ 3ക്ക് ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം നമ്മുടെ കേരളത്തിലൂടെയുള്ള ദേശീയ ജലപാതയാണ്. കേരളത്തിലെ ഏകദേശീയ ജലപാതയാണ് ഇത്. കൊല്ലം മുതൽ കോഴിക്കോട് വരെ ഉള്ളത്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ആയിരുന്നു, ഇപ്പൊ കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ്. ഇത് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. NW3 എന്തായാലും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ചോദ്യം വരും, മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ് കേട്ടോ. സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ചോദിച്ചാൽ അത് സുപ്രീം കോടതിയാണ്. ചോദ്യം വരും, മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണ് ചോദ്യമെങ്കിൽ അത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 32-ഉം ഹൈക്കോടതിയെ കുറിച്ചാണെങ്കിൽ ആർട്ടിക്കിൾ 226-ഉം. ഇത് രണ്ടും ചോദ്യം വരാൻ ചാൻസ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് വരും. ശ്രദ്ധിച്ചു വായിക്കണം. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെ പറ്റി ചോദിക്കുന്നതാണെങ്കിൽ ആർട്ടിക്കിൾ 32 ആണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ ഏതെന്ന് ചോദ്യം വരും. അതും ആർട്ടിക്കിൾ 32 ആണ് അല്ലേ? ഓക്കെ, അപ്പൊ അതും പഠിച്ചു വെക്കാം. ഓക്കെ, റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത്? സുപ്രീം കോടതിക്കാണെങ്കിൽ 32, ഹൈക്കോടതിക്കാണെങ്കിൽ 226. ഓക്കെ, അപ്പൊ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. അതെന്തായാലും ഒന്ന് പഠിച്ചിട്ട് പോയിക്കോ. ഓക്കെ, പിന്നെ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്? അത് 17, ആർട്ടിക്കിൾ 17 ഒന്ന് പഠിച്ചു വെക്കണേ. ആർട്ടിക്കിൾ 17 എന്താണ്? ആർട്ടിക്കിൾ 17 ഐത്തവുമായി ബന്ധപ്പെട്ടില്ലേ? മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടെ പാസ്സാക്കിയത് ആർട്ടിക്കിൾ 17 ആണ്. അൺടച്ചബിലിറ്റി അല്ലെ? അൺടച്ചബിലിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 17. അതൊന്ന് പഠിച്ചു പോകണം കേട്ടോ. ആർട്ടിക്കിൾ 17 ഒന്ന് എന്തായാലും പഠിച്ചു പോകണം. ആർട്ടിക്കിൾ 17 ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഭരണഘടനയുടെ സുവർണ ചതുഷ്കോണം അല്ലെങ്കിൽ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത് 14, 19, 21. 14, 19, 21 എന്നീ ആർട്ടിക്കിളാണ് ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത്. അതും പഠിച്ചു വെക്കണേ. പിന്നെ ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ, അതൊന്ന് പഠിച്ചു വെക്കണേ. അതാരാണ്? ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ AK ഗോപാലനാണ് കേട്ടോ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് AKG ആണ്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നതും ഞാനിപ്പോൾ അവിടെ കണക്ട് ചെയ്യാൻ കാരണം ആദ്യമായി കരുതൽ തടങ്കലുമായി ബന്ധപ്പെട്ടത് ആർട്ടിക്കിൾ 22 ആണ്. ആദ്യമായി കരുതൽ തടങ്കലിൽ അടക്കപ്പെട്ടത് ആരാണ്? അത് AKG ആണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി കരുതൽ തടങ്കലിൽ അടക്കപ്പെട്ടത് AK ഗോപാലനാണ്, അഥവാ AKG ആണ്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നു. അഗസ്ത്യരുടെ പടത്തലവൻ അയ്യങ്കാളിയാണ്. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നതും അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയുടെ വേർഡ്സ് ഒന്ന് പഠിച്ചു വെക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരിപ്പിക്കുന്നു പറഞ്ഞത് അയ്യങ്കാളിയാണ്. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നതെന്ന് പറഞ്ഞത് ആരാണ്? അത് ശ്രീനാരായണ ഗുരു. അപ്പൊ ചോദ്യം വരും, ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? അത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയാണ് ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത്. പേരിനാട് ലഹളക്ക് നേതൃത്വം നൽകിയത് ചോദ്യം വരും, അത് അയ്യങ്കാളിയാണ് കേട്ടോ. അയ്യങ്കാളിയാണ്. പേരിനാട് ലഹള അല്ലെങ്കിൽ ഉരുട്ടമ്പൽ ലഹള എങ്ങനെ ചോദ്യം വന്നാലും അയ്യങ്കാളിയാണ് കേട്ടോ. അതാണ് ആൻസർ വരുന്നത്.
അപ്പൊ അയ്യങ്കാളി ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ എന്ന് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, നമ്മളിപ്പോ ഭരണഘടന കുറച്ച് ഡിസ്കസ് ചെയ്തു. റിട്ടുകൾ ഒന്ന് പഠിച്ചു വെക്കണം. റിട്ടുകൾ എന്ന ആശയം കടം കൊണ്ടത് ബ്രിട്ടനിൽ നിന്നാണ്. ചിലപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും കേട്ടോ. അതായത് കടം കൊണ്ടത് ചോദ്യം വരും. അതിൽ ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ വേറൊരു രാജ്യത്ത് നിന്ന് കടം കൊണ്ട സാധനങ്ങൾ, കടം കൊണ്ട ആശയങ്ങൾ ഒരു ചോദ്യം വരും. അതിൽ ഏറ്റവും ചാൻസ് ഉള്ളത് മാത്രം ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഏതാണ്? റിട്ട് ബ്രിട്ടൻ അല്ലെ, റിട്ട് ബ്രിട്ടൻ. റിട്ടുകൾ എന്ന ആശയം കടം കൊണ്ടത് ബ്രിട്ടനിൽ നിന്നാണ്. ഏക പൗരത്വം എന്ന ആശയം കടം കൊണ്ടതും ബ്രിട്ടനിൽ നിന്നാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ട് പോയി. എന്താണ് വെച്ചിട്ട് എപ്പോഴും നമുക്കൊരു കണക്ഷൻ ഉണ്ടാവും. എന്താണ്? നിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡ് ആണ്. അയർലാൻഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്താണ്. വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഓക്കെ, നമുക്ക് എപ്പോഴും കണക്ഷൻ തരുന്ന ഒരു സാധനമാണ്. അന്താരാഷ്ട്ര പയർ വർഷം 2016 പയർ. ഓക്കെ, അപ്പൊ വെച്ച് നമുക്ക് എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടാവും. ഒന്ന് കണക്ഷൻ അല്ലേ? ഗാർഹിക പീഡന നിരോധന നിയമം ഗാർ. ഓക്കെ, ഗാർ 2006. ഓക്കെ, അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെയാണ് നിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡിൽ നിന്നാണ്. ഏക പൗരത്വം ബ്രിട്ടനിൽ നിന്നാണ്. ആമുഖം ചോദ്യം വരും കേട്ടോ. ആമുഖം കടം കൊണ്ടത് അമേരിക്ക. ആമുഖം എന്നിങ്ങനെ മംഗ്ലീഷിൽ എഴുതി നോക്കാം. ആമുഖം. അപ്പൊ എന്താണ്? AM, അമേരിക്ക. AM. ഓക്കെ, ആമുഖം എന്ന ആശയം കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നാണ്. ഇനി മാന്നല്ല ആദ്യം. അതുപോലെ തന്നെയാണ് അമേരിക്ക. ഓക്കെ, അമേരിക്ക. ആമുഖം അമേരിക്കയിൽ നിന്നാണ് കടം കൊണ്ടത്. ആമുഖം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ആമുഖം ഒരേ ഒരു തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തത് 42ാം ഭേദഗതിയാണ്. ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തത് എപ്പോഴാണ്? 42ാം ഭേദഗതി. അത് ചിലപ്പോൾ ചോദ്യം വരും കേട്ടോ. ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തത് എപ്പോഴാണ് ചോദ്യം വന്ന ഏതാണ്? 42ാം ഭേദഗതി. അല്ലെങ്കിൽ 42ാം ഭേദഗതിയുടെ വർഷം ചോദിക്കും. 4+2 6 1976. അതുപോലെ തന്നെയാണ് 44ാം ഭേദഗതി. 4+4 8. അപ്പൊ 1978. അവസാനം 8 വന്നു, അവസാനം 6 വന്നു. 4+2 6. ഡൗട്ട് വരാതിരിക്കാനാണ്. 4+4 8. അപ്പൊ 44ാം ഭേദഗതി 1978ലും 42ാം ഭേദഗതി 1976ലും. 44ാം ഭേദഗതി 78, 42ാം ഭേദഗതി 1976. അപ്പൊ അത് രണ്ടും ക്ലിയർ ആയി. ഓക്കെ, 42ഉം 44. പിന്നെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് കേട്ടോ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ, ചെറുഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. ആമുഖം ഒരേ ഒരു തവണയാണ് ഭേദഗതി ചെയ്തത്. ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത വാക്കുകൾ മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകളാണ് കേട്ടോ. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകളാണ് കൂട്ടിച്ചേർത്തത് 42ാം ഭേദഗതിയിലൂടെ. പിന്നെ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് 44ാം ഭേദഗതി അല്ലെ. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് 44ാം ഭേദഗതി. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏതെന്നൊരു ചോദ്യം വരും. അതേതാണ്? സ്വത്തവകാശത്തെ നീക്കം ചെയ്തത് 44ാം ഭേദഗതിയും പിന്നെ അതുപോലെ തന്നെ 42ാം ഭേദഗതിയിൽ ഒരു കാര്യം കൂടെ പഠിക്കാണ്ട്, മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏതാ? 42ാം ഭേദഗതിയിലൂടെയാണ് കേട്ടോ. 42ാം ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. സ്വത്തവകാശത്തെ നീക്കം ചെയ്തത് സ്വത്തവകാശം നിലവിലൊരു നിയമാവകാശമാണ്. ആർട്ടിക്കിൾ 300A ആണ് ഇപ്പോ. 300A. ആർട്ടിക്കിൾ 31 ആയിരുന്നു ആദ്യം. എങ്ങനെയും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. 31 എടുത്തു മാറ്റി 300A ആയി അല്ലെ. സ്വത്തവകാശം നിലവിലൊരു മൗലിക അവകാശമല്ല, മറിച്ച് എന്താണ്? നിയമാവകാശമാണ്. സ്വത്തവകാശം നിലവിലൊരു നിയമാവകാശമാണ്. ഓക്കെ, പിന്നെ ഭരണഘടനാ നിർമ്മാണ സമിതി ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഒന്നല്ലെങ്കിൽ ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ചോദിക്കും, അല്ലെങ്കിൽ ആദ്യ സ്ഥിര അധ്യക്ഷൻ ചോദിക്കും. ആദ്യ താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ആദ്യ സ്ഥിര അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, രാജേന്ദ്ര പ്രസാദ് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചോദ്യം വരും, എത്ര ദിവസം കൊണ്ടാണ് ഭരണഘടന രൂപീകൃതമായത്? 2 വർഷം 11 മാസം 17 ദിവസം. ഓക്കെ, 2 വർഷം 11 മാസം 17 ദിവസം. 2 വർഷം 11 മാസം 17 ദിവസം കൊണ്ടാണ് നമ്മുടെ ഭരണഘടന രൂപീകൃതമായത്. 2 വർഷം 11 മാസം 17 ദിവസം കൊണ്ടാണ് നമ്മുടെ ഭരണഘടന രൂപീകൃതമായത്. അതൊക്കെ എന്തായാലും പഠിച്ചു വെക്കണേ. ഓക്കെ,
പിന്നെ നമുക്ക് ചോദ്യം വരാൻ ചാൻസ് ഉള്ളത് ബാക്ടീരിയ വൈറസ് രോഗങ്ങൾ ചിലപ്പോൾ ചോദ്യം വരും. അതൊന്ന് പഠിച്ചിട്ട് പോയിക്കോ. ബാക്ടീരിയ വൈറസ് രോഗങ്ങളുടെ ഫുൾ ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, രോഗങ്ങൾ രോഗകാരികൾ എന്നൊരു ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതങ്ങോട്ട് സെറ്റ് ആവും. ഇപ്പൊ നമ്മൾ പഠിപ്പിക്കാൻ എന്നാൽ ഫുൾ ഇരുന്ന് കോഡിലൂടെ പഠിപ്പിക്കണം. എങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചോ, താഴെ തന്നിരിക്കുന്നതിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതെന്ന് ചോദ്യം വന്നാൽ അതിൽ ഓപ്ഷനിൽ ആര് കിടക്കുന്നുണ്ടാവും അറിയോ? എലിപ്പനി കിടക്കുന്നുണ്ടാവും. അതൊന്ന് നോട്ട് ചെയ്തോ. ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ വൈറസ് രോഗങ്ങളിൽ പെടാത്തത് ആര് എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിൽ എലിപ്പനി ഉണ്ടെന്ന് ഒന്ന് നോട്ട് ചെയ്ത് പോയിക്കോ. എലിപ്പനി ഉണ്ടോ എന്ന് ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ താഴെ തന്നിരിക്കുന്നതിൽ മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏതെന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ അവിടെ സ്വത്തവകാശം ഉണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. സ്വത്തവകാശം ഇപ്പൊ മൗലികാവകാശമല്ല, അത് നിലവിലൊരു നിയമാവകാശമാണ്. ഓക്കെ, സ്വത്തവകാശം നിലവിലൊരു നിയമാവകാശമാണ്. പിന്നെ കടം കൊണ്ടത് നമ്മൾ പഠിച്ചു. ഭേദഗതി കടം കൊണ്ടത് ദക്ഷിണാഫ്രിക്ക എന്നാണ് കേട്ടോ. ഭേദഗതി കടം കൊണ്ടത് ദക്ഷിണാഫ്രിക്ക, ഭേദഗതി കടം കൊണ്ടത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. അപ്പോൾ ഓരോന്നും മനസ്സിലാക്കുക. പിന്നെ മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ചോദിക്കും. അത് ഭാഗം 3 ആണ്. ഭാഗം 3 മൗലിക കടമകളാണ്. ഭാഗം 4A. ഓക്കെ, ഭാഗം 4A ആണ് മൗലിക കടമകൾ. ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ഇത് 3 ഒന്ന് പഠിച്ചു പോയിക്കോ. ഓക്കെ, ഭാഗം 3 ആണ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുക. മൗലികാവകാശങ്ങളാണ്. ഓക്കെ, മൗലികാവകാശങ്ങൾ. പിന്നെ INC അധ്യക്ഷന്മാർ ചോദിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് INC അധ്യക്ഷനായ ഒരേ ഒരു മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. 1897 അമരാവതി സമ്മേളനം. ഏതാണ്? അമരാവതി സമ്മേളനത്തിലാണ് കേട്ടോ. 1897 അമരാവതി സമ്മേളനത്തിലാണ് ആദ്യമായി, അല്ലെങ്കിൽ ഒരേ ഒരു മലയാളി, INC അധ്യക്ഷനായ ഒരേ ഒരു മലയാളിയാണ് ആര്? ചേറ്റൂർ ശങ്കരൻ നായർ. പിന്നെ INCയുടെ ഏറ്റവും റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യം 1929 ലാഹോർ സമ്മേളനം. ലാഹോർ സമ്മേളനം 1929 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനം ഏതെന്നാണ് ചോദ്യം വരിക. അല്ലെങ്കിൽ ലാഹോർ സമ്മേളനം നടന്ന വർഷമാണ് ചോദ്യം വരിക. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, 1927 അല്ല. ഇത് കൺഫ്യൂസ് ആക്കാൻ തരുന്നതാണ്. ഓപ്ഷൻ എയില് 27 കൊടുക്കും. അപ്പൊ കൺഫ്യൂഷൻ ആവരുത്. 29 ആൻസർ. 1929 ലാഹോർ സമ്മേളനം. ചിലപ്പോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കും. 1927 ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത്. പൊട്ടത്തെറ്റാണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ലാഹോർ സമ്മേളനം. അവിടെയാണ് ശരി. 1927 ലാഹോർ സമ്മേളനം അല്ല, അത് മദ്രാസ് സമ്മേളനമാണ്. 27. ഓക്കെ, 1929 ലാഹോർ സമ്മേളനമാണ്. ആദ്യമായിട്ട് നെഹ്റു അധ്യക്ഷനായ സമ്മേളനമാണ്. അപ്പൊ ലാഹോർ സമ്മേളനത്തിനെ പറ്റിയിട്ട് ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും. ലാഹോർ സമ്മേളനം ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. നെഹ്റു അധ്യക്ഷനായി. അങ്ങനെ ചിലപ്പോൾ അധ്യക്ഷനെ മാറ്റി കൊടുക്കും, ചിലപ്പോൾ വർഷം മാറ്റി കൊടുക്കും. പിന്നെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് പഠിക്കുക. ഓക്കെ, അങ്ങനെ ഓരോന്നും മനസ്സിലാക്കി പഠിക്കുക. എന്തായാലും ലാഹോർ സമ്മേളനം ഒരു ചോദ്യം പ്രതീക്ഷിച്ചു പോവുക കേട്ടോ. ഓക്കെ, പിന്നെ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് കാക്കിനഡ സമ്മേളനമാണ് കേട്ടോ. കാക്കിനഡ സമ്മേളനം 1923. അതും പഠിച്ചോ. കാക്കിനഡ സമ്മേളനത്തിലാണ് ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത്. ആരാണ്? TK മാധവനാണ്. TK മാധവനാണ് ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത്. TK മാധവനാണ് ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത്. അതും പഠിച്ചു പോയിക്കോ. ഐത്തോച്ചാടന പ്രമേയം TK മാധവനാണ്. പിന്നെ INC അധ്യക്ഷയായ ആദ്യ വനിത ആനി ബസന്റ് ആണ്. ആനി ബസന്റ്. ഓക്കെ, ആനി ബസന്റ് ആണ് അധ്യക്ഷയായ ആദ്യ വനിത. ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു ആണ് ആദ്യ ഇന്ത്യൻ വനിത. ഓക്കെ, അപ്പൊ അത്രയും പഠിച്ചു പോവാ. ഞാൻ അങ്ങനെ കണക്ട് ചെയ്ത് എനിക്ക് ഓർമ്മ വരുന്ന സാധനങ്ങൾ പറയണം. അല്ലാതെ കണക്ട് ചെയ്ത് നമ്മൾ പോകുന്ന ഒരുപാട് നമുക്ക് പോകും. ഇപ്പൊ സരോജിനി നായിഡു ഇന്ത്യയുടെ വാനമ്പാടി. അതുപോലെ തന്നെ ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നത് ആരാണ്? മാഡം ഭിക്കാജി കാമയുടെ ഒരു ചോദ്യമുണ്ട്. ഇന്ത്യയുടെ കൊടി, അതായത് ഇന്ത്യയുടെ പതാക ആദ്യമായി വിദേശത്ത് ഉയർത്തിയത് ആരെന്ന് ചോദ്യം വന്നാൽ അത് മാഡം ഭിക്കാജി കാമയാണ് കേട്ടോ. മാഡം ഭിക്കാജി കാമയാണ് ഇന്ത്യയുടെ പതാക ആദ്യമായി വിദേശത്ത് ഉയർത്തിയത്. ആരാണ്? മാഡം ഭിക്കാജി കാമയാണ് ഇന്ത്യയുടെ പതാക ആദ്യമായി വിദേശത്ത് ഉയർത്തിയത്. അത് ഒരുപക്ഷെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ മാഡം ഭിക്കാജി കാമയാണ് ഇന്ത്യയുടെ പതാക ആദ്യമായി വിദേശത്ത് ഉയർത്തിയത്. ആരാണ്? മാഡം ഭിക്കാജി കാമ. അത് പഠിച്ചു വെച്ചോ. പിന്നെ നമ്മുടെ നീതി ആയോഗ്, എന്തായാലും ഒരു ചോദ്യം പ്രതീക്ഷിച്ചു പോയിക്കോ. നീതി ആയോഗ് ഒരു ചോദ്യം ഉണ്ടാവും. ഓക്കെ, നീതി ആയോഗിന്റെ ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽസ് പറയുന്ന ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ അവിടെ എന്തായാലും ഇപ്രാവശ്യം വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ്? അശോക് കുമാർ ലാഹരിയാണ് അല്ലെ. അശോക് കുമാർ ലാഹരിയാണ് നിലവിലെ ഉപാധ്യക്ഷൻ. നിലവിലെ CEO ആണ് നിതിൻ ചിബ്ബർ ആണ് നിലവിലെ CEO. ഈ രണ്ടും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാവും? അധ്യക്ഷൻ എപ്പോഴും ആരാവും എന്ന് ചോദ്യം വന്നാൽ പോയി നരേന്ദ്രമോദിന്ന് കറുപ്പിക്കരുത്. അധ്യക്ഷൻ എപ്പോഴും ആരാവും എന്ന് ചോദിച്ചാൽ അത് പ്രധാനമന്ത്രിയാണ്. ഓക്കെ, നരേന്ദ്രമോദിയാണ് ഇതുവരെ നീതി ആയോഗിന്റെ അധ്യക്ഷനായത്. കാരണം തുടങ്ങിയ കാലം തൊട്ട് പ്രധാനമന്ത്രി എന്നാണ് തുടങ്ങിയത്. ചിലപ്പോൾ ഇതും ചോദ്യം വരും. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. 2015 ജനുവരി 1.
നീതി ആയോഗ് നിലവിൽ വന്ന വർഷമാണ് കേട്ടോ. ഈ 2015 മണ്ണ് വർഷം കേട്ടോ. മണ്ണ് വർഷം, ഇതും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. മണ്ണ് വർഷം, അന്താരാഷ്ട്ര മണ്ണ് വർഷമാണ് 2015. 2015 മണ്ണ് വർഷം. 2023 കൂടെ ഒന്ന് പഠിച്ചോ, ചിലപ്പോൾ ചോദ്യം വരും. 2023 മില്ലറ്റ് വർഷം, ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. മില്ലറ്റ് വർഷം അല്ലെങ്കിൽ ചെറുധാന്യ വർഷം എന്ന് ചോദ്യം വന്നാൽ 2023 കേട്ടോ. 2023 മില്ലറ്റ് വർഷം അല്ലെങ്കിൽ ചെറുധാന്യ വർഷം. മില്ലറ്റ് വർഷം അല്ലെങ്കിൽ ചെറുധാന്യ വർഷം 2023, മണ്ണ് വർഷം 2015. അപ്പൊ 2015 ജനുവരി 1 ഇത് നിലവിൽ വന്ന കാലം തൊട്ട് നമ്മുടെ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. അതിനർത്ഥം നീതി ആയോഗിന്റെ എപ്പോഴും അധ്യക്ഷൻ നരേന്ദ്രമോദിയാന്നല്ല, പ്രധാനമന്ത്രിയാണ്. അപ്പൊ നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയതുകൊണ്ടാണ് അങ്ങനെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോ നീതി ആയോഗിലെ എപ്പോഴും അധ്യക്ഷൻ ആരാവണമെന്നോ അല്ലെങ്കിൽ ആരാവുന്നോ ഒരു ചോദ്യം വന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ് കേട്ടോ. നിലവിലെ ഉപാധ്യക്ഷൻ ചോദ്യം വരും, അശോക് കുമാർ ലാഹരിയാണ്. അശോക് കുമാർ ലാഹരിയാണ്. നിലവിലെ സിഇഒ ആരാന്ന് ചോദ്യം വന്നതാണ്? നിതിൻ ഛിബ്ബർ ആണ്. നിതിൻ ഛിബ്ബർ. ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ നീതി ആയോഗിന്റെ വീഡിയോ പോയി കണ്ടോ. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതെന്ന് ചിലപ്പോൾ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത് എന്നൊരു ചോദ്യം പ്രതീക്ഷിച്ചു പോവുക. പിന്നെ ലാഹോർ സമ്മേളനത്തെ കുറിച്ചൊരു ചോദ്യം പ്രതീക്ഷിച്ചു പോവുക. INC ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾ ഒന്ന് പഠിച്ചു പോവുക. പിന്നെ അവിടെ തന്നെ INC ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. 1896 വന്ദേ മാതരം ആലപിച്ചത്. 1911 ജനഗണമന ആലപിച്ചത്. ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. 1911 ജനഗണമന, 896 ഏത് 896 വന്ദേ മാതരം. ഇതൊക്കെ ആദ്യമായി ആലപിച്ചത് ഈ സമയത്താണ്. 896 ഏതാ, രണ്ടും കൊൽക്കത്ത സമ്മേളനമാണ് കേട്ടോ. 896 വന്ദേ മാതരം ആലപിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ആലപിച്ചത്. ജനഗണമന ആലപിച്ചത് സരളാദേവിയാണ്. രണ്ടും മനസ്സിലാക്കി പഠിക്കുക, മാറിപ്പോരുത്. വന്ദേ മാതരം ആലപിച്ചത്, എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അതും ചോദ്യം വരും. ആനന്ദമഠം എന്ന കൃതിയെ കുറിച്ച് ചിലപ്പോൾ ഒരു ചോദ്യം വരും. ആനന്ദമഠം, വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണെന്ന് ചിലപ്പോൾ ഒരു ചോദ്യം വരും. ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ആനന്ദമഠം, ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. അത് പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ 896 വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. പിന്നെ 1911 ജനഗണമന ആദ്യമായി ആലപിച്ചത് സരളാദേവിയാണ്. ഇത് രണ്ടും മനസ്സിലാക്കി വെച്ചോട്ടോ. ഓക്കെ, ഇത് രണ്ടും ക്ലിയർ ആയിരിക്കണം. രണ്ടും ചിലപ്പോൾ ചോദ്യം വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഈ ആനന്ദമഠം എന്തായാലും പഠിച്ചു വെച്ച് പോയിക്കോ. വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളതെന്ന് ചോദ്യം വന്നത് ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ്. അത്രയും എന്തായാലും പഠിച്ചു വെക്കണം. ക്ലിയർ അല്ലേ? ഈ പറഞ്ഞ ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രോപ്പറായി പഠിച്ചു പോവുക. നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷനും നിലവിലെ സിഇഒ രണ്ടും എന്തായാലും അറിഞ്ഞു വെച്ചോ. നിതിൻ ഛിബ്ബർ ആണ് സിഇഒ. പിന്നെ അതുപോലെ തന്നെ ഉപാധ്യക്ഷൻ ആരാണ്? അശോക് കുമാർ ലാഹരി. നിലവിലെ അധ്യക്ഷൻ ആരെന്ന് ചിലപ്പോൾ കുഴപ്പിക്കാൻ ചോദ്യം വന്നാൽ, അല്ലെങ്കിൽ നിലവിലെ അധ്യക്ഷൻ അശോക് കുമാർ ലാഹരി ആണെന്നോ നിലവിലെ ഉപാധ്യക്ഷൻ നരേന്ദ്രമോദി ആണെന്നോ തന്നു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അപ്പൊ കുഴപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ ചോദ്യങ്ങൾ വരും. അപ്പൊ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ച് തന്നെ ആൻസർ ചെയ്യുക. സമാധാനത്തിൽ ആൻസർ ചെയ്താൽ മതി. പുരിഞ്ഞ് ആൻസർ ചെയ്യരുത്, തെറ്റിപ്പോവും. ഓക്കെ, തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻ എയിൽ ഓരോന്ന് കൊണ്ടാൻ വേണ്ടി കൊടുക്കും. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. പിന്നെ നമ്മൾ പഠിച്ചു മണ്ണ് വർഷം 2015 അല്ലേ. അപ്പൊ മണ്ണിനെ കുറിച്ച് കുറച്ചൊന്ന് പറഞ്ഞുതരാം. മണ്ണ് വർഷം 2015, മണ്ണ് ദിനം December 5 ഓക്കെ, പിന്നെ ചോദ്യം വരും കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും ചിലപ്പോൾ ചോദ്യം വരും ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണാണ്. ചെങ്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണാണ് ഏത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അല്ലൂവിയൽ സോയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അല്ലൂവിയൽ സോയിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് അല്ലൂവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണ്. നമ്മുടെ നെൽകൃഷിക്ക് നെല്ലു അല്ലു നമ്മൾ പഠിക്കാറില്ലേ? നെല്ലു അല്ലു അങ്ങനെ കണക്ട് ചെയ്താൽ മതി. നെല്ലു അല്ലു. ഓക്കെ, അപ്പൊ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് അല്ലൂവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണ്. ഓക്കെ, അത് പഠിച്ചു വെക്കണം കേട്ടോ. എക്കൽ മണ്ണ് അഥവാ അല്ലൂവിയൽ സോയിൽ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് അല്ലൂവിയൽ സോയിൽ നെൽകൃഷിക്ക്. പിന്നെ ചോദ്യം വരും പരുത്തി കൃഷിക്ക്. അതൊന്ന് പഠിച്ചു വെച്ചോ. പരുത്തി യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചിലപ്പോൾ ചോദ്യം വരും. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് കേട്ടോ. പരുത്തി യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. ഇതിന് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്, ബ്ലാക്ക് സോയിൽ. ബ്ലാക്ക് സോയിൽ. ഓക്കെ, അപ്പൊ പരുത്തി കൃഷിക്കും കരിമ്പ് കൃഷിക്കും ഏറ്റവും അനുയോജ്യമായ മണ്ണിനം കറുത്ത മണ്ണാണ്. കറുത്ത പരുത്തി മണ്ണെന്ന് നമ്മൾ പഠിക്കും അല്ലെ. അപ്പൊ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണാണ്.
പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ചോദ്യം വരും. പിന്നെ പീറ്റ് മണ്ണാണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് പീറ്റ് മണ്ണ്, പരുത്തി കൃഷിക്ക് കറുത്ത മണ്ണ്. രണ്ടും പഠിച്ചു വെച്ചോ. പരുത്തി കൃഷിക്ക് കറുത്ത മണ്ണ്, പീറ്റ് മണ്ണാണ് ഏതിന്? കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക്. ഇത് രണ്ടും പഠിച്ചു വെച്ചോ. ഏതെങ്കിലും ഒന്ന് ചോദ്യം ഉണ്ടാവും. പിന്നെ 2015 മണ്ണ് വർഷം എന്നുള്ളത് പഠിച്ചു വെച്ചോ. അതും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. 2015 മണ്ണ് വർഷം. 2023 ഏത്? മില്ലറ്റ് വർഷം അല്ലെങ്കിൽ ചെറുധാന്യ വർഷം 2023. അത്രയും കാര്യങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. ഓക്കെ. പിന്നെ രീതി ആയോഗ് ഞാൻ പറഞ്ഞു, എന്തായാലും ഒരു ചോദ്യം പ്രതീക്ഷിച്ചു പോകണം. പിന്നെ കേരള ഗാന്ധി ചോദ്യം വരും. കേളപ്പനാണ് കേട്ടോ. കേളപ്പനാണ് കേരള ഗാന്ധി. അപ്പൊ കേരള ഗാന്ധി അല്ലേ? കേരള, ഈ രാ വെട്ടി കഴിഞ്ഞാൽ കേള എന്നായി. ഓക്കെ, കേള അങ്ങനെ കണക്ട് ചെയ്താൽ മതി. അപ്പൊ കേരള ഗാന്ധി കേളപ്പനാണ്. അതൊരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. കേരള ഗാന്ധി കേളപ്പൻ. മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ. അതിർത്തി ഗാന്ധിയും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് കേട്ടോ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഇത് മൂന്നും എന്തായാലും പഠിച്ചു വെക്കാം. മയ്യഴിയുടെ കഥാകാരൻ ചോദ്യം വരും കേട്ടോ. മയ്യഴിയുടെ കഥാകാരൻ M മുകുന്ദനാണ്. M മുകുന്ദനാണ് മയ്യഴിയുടെ കഥാകാരൻ. നിളയുടെ കഥാകാരൻ ആരാണ്? MT ആണ്. നിളയുടെ കഥാകാരൻ MT ആണ്. കോഴിക്കോടിന്റെ കഥാകാരൻ SK പൊറ്റക്കാടാണ്. കുട്ടനാടിന്റെ കഥാകാരൻ തകഴിയാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം പ്രതീക്ഷിച്ചു പോയിക്കോ. കുട്ടനാടിന്റെ കഥാകാരൻ തകഴി, കോഴിക്കോടിന്റെ കഥാകാരൻ SK പൊറ്റക്കാട്, നിളയുടെ കഥാകാരൻ MT ആണ് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. പിന്നെ ഏതാണ്? മയ്യഴിയുടെ കഥാകാരൻ, മയ്യഴിപ്പുഴയുടെ കഥാകാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് M മുകുന്ദനാണ്. ഓക്കെ. അപ്പോൾ നദികളെ കുറിച്ച് എന്തായാലും ഒന്ന് അറിയണം. നിള, പേരാർ, പൊന്നാനിപ്പുഴ, ശോകനാശിനി പുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? അതൊക്കെ ഭാരതപ്പുഴയാണ് കേട്ടോ. നിള എന്നും പേരാർ എന്നും കേരളത്തിന്റെ നൈൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. നിള, പേരാർ, പൊന്നാനിപ്പുഴ, കേരളത്തിന്റെ നൈൽ, ശോകനാശിനി പുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഭാരതപ്പുഴയാണ്. ഏതാണ്? ഭാരതപ്പുഴയാണ്. ഓക്കെ. കേരളത്തിലെ ഏറ്റവും വലിയ നദി ചിലപ്പോഴേ ചോദ്യം വരൂ. ഏറ്റവും ചെറുത് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അത് മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. ഏറ്റവും വലുത് നമുക്കൊക്കെ അറിയാം പെരിയ നദിയാണ്, പെരിയാർ അല്ലെ. ഏറ്റവും വലുത് എന്നുള്ളത് നമുക്ക് അങ്ങനെ ആലോചിക്കാം. പെരിയ നദി പെരിയാർ ആലോചിക്കാം. ഓക്കെ. അപ്പോൾ പെരിയാർ പഠിച്ചു വെക്കണം. പെരിയാർ, പമ്പ ഒക്കെ ഒന്ന് അറിഞ്ഞു വെക്കണം കേട്ടോ. ഓക്കെ. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാട്. ജില്ല പാലക്കാട്. അത്രയും കാര്യങ്ങളൊക്കെ എന്തായാലും പഠിച്ചു വെക്കുമല്ലോ. ഓക്കെ. നിലവിലെ ഏറ്റവും വലിയ ജില്ല ചിലപ്പോൾ ബേസിക് ആയിട്ട് ചോദിച്ചാലോ ഇടുക്കിയാണ് കേട്ടോ. പാലക്കാട് പോയി കറുപ്പിക്കരുത്. പാലക്കാട് ആയിരുന്നു, അത് പോയി. ഓക്കെ. ഇപ്പൊ ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. അത്രയും കാര്യങ്ങൾ കിട്ടുമല്ലോ. ക്ലിയർ ആണല്ലോ? പെർഫെക്റ്റ് ആണല്ലോ. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. പിന്നെ ഏതാണ് വിട്ടുപോയതെങ്കിലും പോയിന്റ് കേട്ടോ. പിന്നെ സർദാർ KM പണിക്കറിനെ കുറിച്ചിട്ടൊന്ന് അറിഞ്ഞു വെച്ചോ. സർദാർ KM പണിക്കറാണ് പഴശ്ശിയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് കേട്ടോ. അത് ചിലപ്പോൾ ചോദ്യം വരും. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് എന്ന് ചിലപ്പോൾ ചോദ്യം വരും. അല്ലെങ്കിൽ കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരെന്ന് ചോദ്യം വരും. സർദാർ KM പണിക്കറാണ് കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത്. ആരാണ്? സർദാർ KM പണിക്കർ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മുദ്രാവാക്യങ്ങൾ പഠിക്കാന്ന്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏതിന്റെയാണ്? മലയാളി മെമ്മോറിയലിന്റെയാണ്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക കുറിച്യ കലാപത്തിന്റെയാണ്. തിരുവിതാംകൂറുകാർക്കാണ് മലയാളി മെമ്മോറിയലിന്റെ. ഓക്കെ. അപ്പൊ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യമാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഏതിൻ്റെതാണ്? അത് മലയാളി മെമ്മോറിയലിൻ്റെതാണ്. പിന്നെ നമ്മൾ ഏത് പഠിച്ചു? പുന്നപ്ര വയലാർ സമരം. എന്താണ് പുന്നപ്ര വയലാർ സമരം? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരത്തിൻ്റെതാണ് കേട്ടോ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരത്തിൻ്റെതാണ്. 1946. അതിന്റെ ചിലപ്പോൾ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. 1946. ഓക്കെ. പിന്നെ 1942 കീഴരിയൂർ ബോംബ് കേസ്. ഈ 2 വർഷങ്ങളും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എപ്പോഴും ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് 1924 വൈക്കം സത്യാഗ്രഹത്തിൽ സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത്. സവർണ ജാഥ ചോദ്യം വരും, പഠിച്ചോ. സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. പട്ടിണി ജാഥക്ക് നേതൃത്വം നൽകിയത് AK ഗോപാലൻ. അതും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. പട്ടിണി ജാഥക്ക് നേതൃത്വം നൽകിയത് ആരാണ്? AK ഗോപാലൻ. AK ഗോപാലനാണ് പട്ടിണി ജാഥക്ക് നേതൃത്വം നൽകിയത്. അത്രയും എന്തായാലും പഠിച്ചു വെക്കണം. ഓക്കെ. അപ്പൊ ആ ഭാഗവും ക്ലിയർ ആണ്. പിന്നെ നമ്മളിപ്പോൾ ഏതാ ഡിസ്കസ് ചെയ്ത് സർദാർ KM പണിക്കരും ഏകദേശം ക്ലിയർ ആണ്. പിന്നെ
മുദ്രാവാക്യങ്ങളെ ലോക വിപ്ലവത്തിന്റെയും കൂടെ ഒന്ന് പഠിച്ചോ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യം എന്താണെന്ന് ചോദ്യം വരും. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പിന്നെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദ്യം വരും. ഫ്രഞ്ച് വിപ്ലവം. അതാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. ദേശീയതയുടെ ആവിർഭാവം എന്നറിയപ്പെടുന്നതും ഫ്രഞ്ച് വിപ്ലവമാണ്. പിന്നെ ഭൂമി, ആഹാരം, സമാധാനം എന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവം. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഭൂമി, ആഹാരം, സമാധാനം. ഇത്രയും കാര്യങ്ങളൊക്കെ എന്തായാലും അറിഞ്ഞു വെക്കണം. പിന്നെ ബോസ്റ്റൺ ടീ പാർട്ടി 343 തേയില പാക്കറ്റുകൾ വലിച്ചെറിഞ്ഞത്, അത് 342 സംതിങ് ആണ് തേയില പാക്കറ്റുകൾ വലിച്ചെറിഞ്ഞത്, അങ്ങനെയാണ് ചോദ്യം വരിക. അത് ഏതാണ്? ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഇനി ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ അത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ചോദ്യം വരും. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദ്യം വരും. അതേതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഈ രണ്ട് ചോദ്യം ഒന്ന് പ്രതീക്ഷിച്ച് പോയിക്കോ. ഒന്ന് ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഒരുപാടൊന്നും പറയാനുള്ള ടൈം നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും ഈ ഒരു ടൈം വെച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാടുണ്ട് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, പലതും എന്റെ മൈൻഡിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കായലുകളെ കുറിച്ചാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിക്കും. അത് ശാസ്താംകോട്ട കായലാണ്. ശുദ്ധജലം ഇങ്ങനെ ഷാ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതുപോലെ തന്നെയാണ് ശാസ്താംകോട്ട. ഏറ്റവും വലിയ കായൽ വാ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഏറ്റവും വലുത് നമ്മൾ വാ വെച്ചല്ലേ പറയാ. അപ്പൊ വേമ്പനാട്ടു കായൽ. വലുത് വേമ്പനാട്ടു കായൽ, വലുത് വേമ്പനാട്ടു, രണ്ടും വാ വാ അങ്ങനെ കണക്ട് ചെയ്യുക. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ് കേട്ടോ. ശാസ്താംകോട്ട. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ ഏതെന്ന് ചോദ്യം വരും. അത് ശാസ്താംകോട്ട കായലാണ്. ഇനി അതല്ലെങ്കിൽ ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള, ഒരു ചോദ്യം ഉണ്ടാവും, പഠിച്ചു വെച്ചോ. ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള അഷ്ടമുടി കായലാണ് കേട്ടോ. അഷ്ടമുടി കായലാണ് ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത്. ഓക്കെ, കേരളത്തിൽ എത്ര കായലുകൾ ഉണ്ടെന്ന് ചിലപ്പോൾ ചോദ്യം വന്നാൽ 34 കായലുകളാണ്. കേരളത്തിൽ എത്ര നദികൾ ഉണ്ടെന്ന് ഒരുപക്ഷെ ചോദ്യം വന്നാൽ 44 നദികളാണ്. അതിൽ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. പടിഞ്ഞാറോട്ട് 41, 3 നദികൾ കിഴക്കോട്ടും. കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളിൽ പെടാത്തത് ചിലപ്പോൾ ചോദ്യം വരും. പെടുന്നത് ഏതൊക്കെയെന്ന് പഠിച്ചു വെച്ചാൽ മതി. കബനി, ഭവാനി, പാമ്പാറാണ് കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ. അതും ക്ലിയർ ആയി. പിന്നെ ചിലപ്പോൾ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതെന്ന് ചോദ്യം വരും. ഗോദാവരിയാണ് കേട്ടോ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദിന്നോ ഏറ്റവും നീളം കൂടിയ നദിയെന്നോ ചോദ്യം വന്നത് ഏതാണ്? ഗോദാവരിയാണ്. ചിലപ്പോൾ ചോദ്യം വരാൻ ചാൻസ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. അത് ഇന്ത്യയുമായി ബന്ധപ്പെട്ടതാണ്. അതും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ അന്തരീക്ഷ പാളികളിൽ ചിലപ്പോൾ ഓസോൺ പാളിയുടെ ഒരു ചോദ്യം വരും. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദ്യം വരും. പഠിച്ചു വെച്ചോ. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഞാൻ വേറെ ഒന്നും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടില്ല. ഒരു പാളികളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. കുറെ ഉണ്ട്. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്, അതായത് ജൈവമണ്ഡലം, മാനവരാശിയുടെ ഭവനം, ഇതൊക്കെ ട്രോപ്പോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി, ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരപഥം, അങ്ങനെ കുറെ പഠിക്കാണ്ട്. ഒന്നും പറയുന്നില്ല. ഒരു 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് എന്താണ്? ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് എന്തായാലും പഠിച്ചു വെച്ചാൽ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓക്കെ, പിന്നെ ഉൽക്കകളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നതാണ് മിസോസ്ഫിയർ. പിന്നെ ഒന്നുകൂടെ പഠിച്ചോ. ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാര പാത എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. അതും സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓക്കെ, ജെറ്റ് പ്രവാഹങ്ങളാണ് ട്രോപ്പോസ്ഫിയറിൽ. ജെറ്റ് പ്രവാഹങ്ങൾ. ഓക്കെ, അപ്പൊ അതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് അയണോസ്ഫിയർ ആണ്. അത് ചോദ്യം വരാറുണ്ട്. അയണോസ്ഫിയർ. അവിടെ തന്നിട്ടില്ലെങ്കിൽ തെർമോസ്ഫിയർ ആൻസർ വരും. എന്തുകൊണ്ടാണ്? തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ. അപ്പൊ റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് അയണോസ്ഫിയർ ആണ്. അത്രയും എന്തായാലും പഠിച്ചു വെക്കണം. അപ്പൊ കായലുകൾ കുറച്ചൊക്കെ ഞാൻ പറഞ്ഞു തന്നു. ഇമ്പോർട്ടന്റ് ആയത് മാത്രം കുറച്ചാണ് നമ്മൾ പറഞ്ഞു പോണത്. അത് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഗാന്ധിജിയും അരാജകത്വവും ആരുടെ കൃതിയാണ്? ഗാന്ധിയും അരാജകത്വവും ചേറ്റൂർ ശങ്കരൻ നായരുടെ കൃതിയാണ് ഗാന്ധിയും അരാജകത്വവും. അതും ചോദ്യം വരാറുണ്ട് കേട്ടോ. സി ശങ്കരൻ നായർ അഥവാ ചേറ്റൂർ ശങ്കരൻ നായർ അല്ലെ? നമ്മൾ ഈ പേര് കുറച്ചു മുമ്പും കേട്ടിട്ടുണ്ടായിരുന്നു. 1897 അമരാവതി സമ്മേളനത്തിൽ ആദ്യമായി ഒരു മലയാളി അധ്യക്ഷൻ, അല്ലെങ്കിൽ ഒരേ ഒരു മലയാളി അധ്യക്ഷനാണ് INC-ക്ക് ഉണ്ടായിരുന്നത്. അതാണ് സി ശങ്കരൻ നായർ, ചേറ്റൂർ ശങ്കരൻ നായർ. ഇത് ചോദ്യം വരും. ഗാന്ധിജിയും അരാജകത്വവും ആരുടെ കൃതിയാണെന്ന് ചോദ്യം വരും. ചേറ്റൂർ ശങ്കരൻ നായർ. ചോർച്ചാ സിദ്ധാന്തം വിട്ടുപോയൊരു ഭാഗമാണ്. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ചിലപ്പോൾ ചോദ്യം വരും. ദാദാബായ് നവറോജിയാണ്. ഇനി അതല്ലെങ്കിൽ 2 കൃതികൾ പഠിച്ചോ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ദാദാബായ് നവറോജി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓക്കെ, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാബായ് നവറോജിയാണ്. പിന്നെ പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ അതാരാണ്? അത്
എം വിശ്വേശ്വരയ്യ, പ്ലാന്റ് എക്കണോമി ഫോർ ഇന്ത്യ. എം വിശ്വേശ്വരയ്യ, പ്ലാന്റ് എക്കണോമി ഫോർ ഇന്ത്യ. ആരുടേതാണ്? എം വിശ്വേശ്വരയ്യ. ഇത് രണ്ടും പഠിച്ചു വെച്ചാൽ ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ ചോദ്യം വരും. പ്ലാന്റ് എക്കണോമി ഫോർ ഇന്ത്യ, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, ദാദാഭായ് നവറോജി. പ്ലാന്റ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? അത് എം വിശ്വേശ്വരയ്യ. രണ്ടാളെയും പഠിച്ചു വെച്ചോട്ടോ, രണ്ടാളെയും പഠിച്ചു വെച്ചോ. നമ്മുടെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി ആരാണ്? PC മഹലനോബിസ് ആണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് എം വിശ്വേശ്വരയ്യാണ് കേട്ടോ. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ദാദാഭായ് നവറോജി. കിട്ടുവേ? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ചിലപ്പോൾ ചോദ്യം വരും, ദാദാഭായ് നവറോജി. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് ആരെന്ന് ചോദ്യം വരും? എം വിശ്വേശ്വരയ്യ. എം വിശ്വേശ്വരയ്യ. ക്ലിയർ അല്ലേ? പിന്നെ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ശില്പി എന്ന് ചോദ്യം വന്ന PC മഹലനോബിസ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ മഹലനോബിസ് മാതൃക. ഓക്കെ, ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഹരോൾഡ് ഡോമർ മാതൃക. ഓക്കെ, കേരള മോഡൽ 10ാം പഞ്ചവത്സര പദ്ധതി, ജനകീയ പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി. ഇത്രയും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. കൃഷിക്ക് ഊന്നൽ നൽകിയത് ചിലപ്പോൾ ചോദ്യം വരും. കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏത് എന്നൊരു ചോദ്യം ഉണ്ടാവും. അതേതാണ്? 1ാം പഞ്ചവത്സര പദ്ധതിയാണ്, കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത്. അല്ലെങ്കിൽ അതിന്റെ വർഷം ചോദിക്കും. 1951 മുതൽ 56 വരെയാണ് 1ാം പഞ്ചവത്സര പദ്ധതി. ഇതെന്തായാലും ഒന്ന് പഠിച്ചു വെച്ചോ. പിന്നെ രണ്ടും കൂടെ പഠിച്ചു വെച്ചോ. 56 മുതൽ 61 വരെയാണ് 2. ഈ രണ്ടെണ്ണം ഒന്ന് പഠിച്ചു വെച്ചോ, ബാക്കിയൊക്കെ വിട്ടോ. ഈ രണ്ടെണ്ണം ഒന്ന് പഠിച്ചു വെച്ചോ. പിന്നെ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉള്ളത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണോ? സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികം പറയുമ്പോൾ 1997 അല്ലേ? 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. 97 9ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. ഓക്കെ, അപ്പൊ 9ാം പഞ്ചവത്സര പദ്ധതി എപ്പോഴാണ്? 1997 സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ചത്. അല്ലെങ്കിൽ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണെന്നും ചോദ്യം വരാറുണ്ട് കേട്ടോ. അതും ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി. പിന്നെ നമ്മുടെ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് ചോദിക്കും. അത് 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഹരിത വിപ്ലവം ആരംഭിച്ചത് 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. വേറെ ചോദ്യം വരും. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നോർമൻ ബോർലോഗ് ആണ്. എന്നാൽ അവിടെ നോർമൻ ബോർലോഗ് ഇല്ലെങ്കിൽ നമുക്ക് ആരാണ്? നമുക്കൊക്കെ അറിയാം, MS സ്വാമിനാഥനാണ്. കാരണം എന്താ? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഹരിത വിപ്ലവം പഠിച്ചു വെക്കണേ. ഹരിത വിപ്ലവം എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. പിതാവ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെയാണ് MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ചോദ്യം വന്ന അതാരാണ്? നോർമൻ ബോർലോഗ്. നീല വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ്? മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടതാണ് നീല വിപ്ലവം. ഓപ്പറേഷൻ ഫ്ലഡ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? വൈറ്റ് റവല്യൂഷൻ അഥവാ ധവള വിപ്ലവം അല്ലെ? പാലുൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്. ചോദ്യം വരാറുണ്ട് കേട്ടോ. ഒരു ചോദ്യം അവിടുന്ന് പ്രതീക്ഷിച്ചു പോയിക്കോ. ഓപ്പറേഷൻ ഫ്ലഡ് ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ഒരു പക്ഷേ ചോദ്യം വരും. അല്ലെങ്കിൽ വൈറ്റ് റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ധവള വിപ്ലവം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദ്യം വരും. പാലുൽപാദനമാണ്. അല്ലെങ്കിൽ ഡോക്ടർ വർഗീസ് കുര്യൻ ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദ്യം വരും. ഏതാണ്? ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് വർഗീസ് കുര്യൻ. അതും പഠിച്ചു വെക്കുക. സ്വർണ്ണ വിപ്ലവമോ? പഴം പച്ചക്കറിയാണ് അല്ലെ? സ്വർണ്ണ വിപ്ലവം പഴം പച്ചക്കറിയാണ് സ്വർണ്ണ വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഹോർട്ടിക്കൾച്ചർ ആണ് പഴം പച്ചക്കറി അല്ലെ? സുവർണ വിപ്ലവം അതും അറിഞ്ഞു വെക്കുക. ഹരിത വിപ്ലവം പിന്നെ കാർഷിക മേഖലയിലെ സമഗ്രം നമ്മൾ പഠിക്കുന്നതാണ് ഹരിത വിപ്ലവം. അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. നീല വിപ്ലവം എന്തായാലും പഠിച്ചു. സിൽവർ വിപ്ലവമാണ് മുട്ട ഉൽപാദനം. സിൽവർ വിപ്ലവമാണ് അഥവാ രജത വിപ്ലവമാണ് മുട്ട ഉൽപാദനം. അത്രയും എന്തായാലും അറിഞ്ഞു വെക്കുക. ഹരിത വിപ്ലവം നമുക്ക് കിട്ടും. ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ഒന്ന് നീല വിപ്ലവം, ധവള വിപ്ലവം, സിൽവർ വിപ്ലവം. ഓക്കെ, പിന്നെയും കുറെ വിപ്ലവങ്ങളുണ്ട്. എന്നാലും ഇതൊന്ന് പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. നീല വിപ്ലവം മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. ധവള വിപ്ലവം പാലുൽപാദനം. പിന്നെ ഏതാണ്? സുവർണ വിപ്ലവം നമ്മൾ പഠിച്ചു പഴം പച്ചക്കറി അഥവാ ഹോർട്ടിക്കൾച്ചർ ആണ്. ഓക്കെ, ഹോർട്ടിക്കൾച്ചർ എന്താ? പഴം പച്ചക്കറി കൃഷിയാണ്. എപ്പിക്കൾച്ചർ എന്താണ്? തേനീച്ച വളർത്തലാണ്. അത് ചോദ്യം വരാറുണ്ട്. എപ്പിക്കൾച്ചർ എന്താന്ന് ചോദ്യം വരും. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആക്കാൻ ഇതാണ് ചോദ്യം വരും. ക്യൂണിക്കൾച്ചർ എന്താണ്? മുയൽ വളർത്തലാണ് കേട്ടോ. കൺഫ്യൂഷൻ ആക്കാൻ ചോദ്യം വരും. ക്യൂണിക്കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ ആദ്യത്തെ ഓപ്ഷനിൽ ആരുണ്ടാവും? കൂൺ വളർത്തൽ ഉണ്ടാവും. അത് തെറ്റാണ്. മഷ്റൂം കൾച്ചർ ആണ് കൂൺ വളർത്തൽ. ഓക്കെ, പിന്നെ ഒലേറി കൾച്ചറാണ് പച്ചക്കറി. ഒലേറി കൾച്ചറാണ് പച്ചക്കറി. ഒലേറി അപ്പൊ ലോറിയിൽ പച്ചക്കറി വരുന്നത് ആലോചിച്ചാൽ മതി. ഒലേറി ലോറിയിൽ പച്ചക്കറി അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അന്യ സംസ്ഥാനത്ത് നിന്ന് ലോറിയിൽ ഇങ്ങോട്ട് വരും. അപ്പൊ പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് ഒലേറി കൾച്ചർ. ഇതൊക്കെ ശാസ്ത്രീയ കൃഷി രീതികളാണ് കേട്ടോ. ഒന്ന് ഓർത്തു വെക്കുക. ഒലേറി കൾച്ചർ പച്ചക്കറി, ലോറി വെച്ച് കണക്ട് ചെയ്യുക. പിന്നെ ഹോർട്ടിക്കൾച്ചർ പഴം പച്ചക്കറി. ഓക്കെ, പിന്നെ ക്യൂണിക്കൾച്ചർ ആണ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുക. ക്യൂണിക്കൾച്ചർ മുയൽ വളർത്തലാണ് കേട്ടോ. മുയൽ വളർത്തലാണ് ക്യൂണിക്കൾച്ചർ. മഷ്റൂം കൾച്ചർ ആണ്
കൂൺ വളർത്തൽ എന്നതും മനസ്സിലാക്കുക. പിസി കൾച്ചർ, പിച്ചി തിന്നുന്ന മത്സ്യം. ഓക്കെ, അപ്പൊ പിച്ചി തിന്ന്. ഓക്കെ, അപ്പൊ പിച്ചി തിന്ന് ആലോചിച്ചാൽ പിസി കൾച്ചർ മീനാണെന്നുള്ളതും നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരുപാട് സമയം നിങ്ങൾ എടുത്തിയാൽ ചിലപ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് നിർത്താം. ഈ ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് അറിയിക്കണം. അതായത് ഇതുപോലുള്ള ഒരു ക്ലാസ് കൂടെ നിങ്ങൾക്ക് വേണം. ഇനിയും ക്ലാസ്സുകൾ തന്നാൽ, ഇങ്ങനത്തെ ക്ലാസ്സുകൾ തന്നാൽ നന്നായിരിക്കും ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും കുറച്ച് ടോപ്പിക്സ് ഞാൻ മാർക്ക് ചെയ്ത് വെക്കാം. അതായത് ടോപ്പിക്സിന്റെ ഹെഡിങ് മാത്രം കൊടുക്കുക. ഇതിപ്പോൾ കുറേ ടോപ്പിക്സ് ഒന്നും എൻ്റെ മൈൻഡിൽ വരുന്നില്ല. ഏതെങ്കിലുമൊക്കെ ഞാൻ വിട്ട് കളഞ്ഞിട്ടുണ്ടാവും, ഷുവറാണ്. ഓക്കെ, ചിലത് ഡിസ്കസ് ചെയ്യുമ്പോൾ എങ്ങനെ ഒന്ന് വിട്ട് കളഞ്ഞല്ലോ എന്ന് ഓർമ്മ വരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് ഹെഡിങ് ഒക്കെ കൊടുത്ത് ഇനിയും ഒരു ക്ലാസ്, 1-2 ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ക്ലാസ് എത്രത്തോളം ഉപകരിക്കുന്നുണ്ട് എന്നുള്ളതും കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിച്ചു എന്നറിഞ്ഞാൽ ചെയ്യാൻ എനിക്ക് എന്തായാലും തീർച്ചയായും നല്ല സന്തോഷമേ ഉള്ളൂ. ഞാൻ തീർച്ചയായും അതിന് എത്രയും എഫേർട്ട് എടുക്കേണ്ടി വന്നാലും അത് ഞാൻ എടുക്കും. കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടണം, അത് മാത്രമേ ഉള്ളൂ ആകെയുള്ള ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടി എത്ര വേണമെങ്കിലും ടൈം ഞാൻ കൊടുക്കാനും എത്ര എഫേർട്ട് എടുക്കാനും ഞാൻ തയ്യാറാണ്. അപ്പോൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര ഡിസ്കസ് ചെയ്താൽ മതി. ഏകദേശം കുറേ, അതായത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കുക. ഏകദേശം ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ചിലതൊക്കെ കോഡ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ചിലത് സ്പീഡിൽ പോകുന്നതുകൊണ്ട് നമുക്ക് കോഡ് യൂസ് ചെയ്ത് നിർത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് സ്പീഡിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു പോകുന്നത്. ഇതൊക്കെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ടെന്ന് അറിയുമ്പോൾ നിങ്ങൾ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചോളും. ആ ഒരു ഇതുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. തീർച്ചയായിട്ടും ഞാൻ അതിനു വേണ്ടി എഫേർട്ട് എടുക്കാൻ തയ്യാറാണ്. ഇനിയും ഞാൻ ക്ലാസ് ചെയ്യാൻ തയ്യാറാണ്. ചോദ്യങ്ങൾ കണ്ടുപിടിക്കാൻ ഞാൻ തയ്യാറാണ്. ചോദ്യങ്ങൾ വരുന്നത് ഏതൊക്കെയാണ് മൈൻഡിൽ കുറേ എണ്ണം ഉണ്ട്. ഇപ്പോഴും കുറേ എണ്ണം ഞാൻ വിട്ട് കളഞ്ഞിട്ടുണ്ട്. മൈൻഡിലുള്ള കുറേ എണ്ണം ഉണ്ട്. ഇങ്ങനെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ കുറേ എണ്ണം മൈൻഡിലുണ്ട്. പക്ഷേ പുറത്തോട്ട് വരുന്നില്ല. അതിങ്ങനെ കണക്ട് ചെയ്ത് പോകുമ്പോഴേ ഉള്ളൂ ഈ ഭാഗം ഞാൻ വിട്ട് കളഞ്ഞതാണല്ലോ എന്ന് ആ സമയത്തെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയും ഇതുപോലുള്ള ക്ലാസ് ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ മാത്രം വെച്ച്, അതായത് പ്രിഡിക്ഷൻ ക്ലാസ് പോലെ ഇനിയും വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, എത്രത്തോളം ഉപകരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയിക്കണം. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ ചെയ്യും. പിന്നെ നമ്മുടെ LDC ബാച്ച്, LGS ബാച്ച് 2077 ബൂസ്റ്റർ ബാച്ച് മറക്കരുത്. അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഉണ്ട്. 2 വീഡിയോന്റെയും, അതായത് 2 ബാച്ചിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്. അതായത് എഴുതി മാർക്ക് ചെയ്ത് നിങ്ങൾ ക്ലാസ് എടുത്ത് തരുന്നത് പോലെ ഓരോ കാര്യങ്ങളും മാർക്ക് ചെയ്ത് കാണിച്ചെന്ന് ഞാൻ പറഞ്ഞിരുന്നുണ്ട്, എന്താണ് ബാച്ച് എന്നെല്ലാം. അപ്പോൾ അതുപോലെ മനസ്സിലാക്കി എടുത്ത ശേഷം എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. മിസ്സാക്കരുത്, നിങ്ങൾക്ക് നല്ലൊരു മിസ്സാവും. ഓക്കെ, അപ്പോൾ മിസ്സാക്കരുത്. പിന്നീട് നഷ്ടബോധം തോന്നിയിട്ട് കാര്യമില്ല. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അധികമൊന്നും പറയാതെ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുക. ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന വിശ്വാസത്തിൽ ഞാൻ നിർത്തുകയാണ്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.